ഐശ്വര്യ കല്യാണം കഴിച്ചു എന്ന് ഉദിച്ച ചോദ്യത്തിന് ഒരു കാര്യം പറഞ്ഞു. ഒരാളുമായിട്ട് റിലേഷൻ ആയിരുന്നു, ഒരു കുട്ടിയുണ്ട്, ആളിപ്പോ ഇല്ല. ഇത് അവിഹിതമായിരുന്നു. അവിഹിതം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ, വൃത്തികെട്ട ചിന്താഗതി. ഇതിനൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വേറെ രീതിയിൽ അടിയുണ്ടാവും. ഇമ്മാതിരത്തെ കോണസ്റ്റ് ചോദ്യം ചോദിച്ചാൽ എന്നെ ഇവിടെ വിളിച്ചെടുത്തിട്ട് ചൊറിയേണ്ട ഒരു കാര്യം. ഐശ്വര്യയുടെ ഫാദർ ഇതുപോലൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്. അറിയാതെയോ അറിഞ്ഞോണ്ടോ കൈയൊന്ന് ആരുടെയെങ്കിലും പുറത്ത് തട്ടി. ഇതുപോലൊരു വീഡിയോ ആ കുട്ടി എടുക്കുകയും ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. എന്ത് ചെയ്യും ഐശ്വര്യ? പക്ഷെ എൻ്റെ അച്ഛൻ ഒരു അബ്യൂസറാണ്. ഞാൻ അയക്കെതിരെ കേസ് കൊടുത്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ റിലവൻ്റ് അല്ലാണ്ടായിരിക്കും, മനസ്സിലായോ? എൻ്റെ അച്ഛൻ അങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കെതിരെ സാക്ഷിയും പറയും, അയാളെ അകത്താക്കുകയും ചെയ്യും, അയക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ അച്ഛൻ്റെ എതിരെ 28 പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തു. കുട്ടി സ്വന്തം എൻ്റെ അച്ഛനായാലും എൻ്റെ അനിയനായാലും ശരി ഷിംജിതയുടെ സ്ഥലത്താണെങ്കിൽ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഇമോഷണൽ സാധനം പിടിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകളുടെ അടുക്കൽ അനാവശ്യമായിട്ട് ഇടപെടുന്ന അത് ആരായാലും, അത് പുരുഷന്റെ അടുക്കലാണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. വൈ നിങ്ങൾ ഷിംജിതയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. സ്ത്രീകൾക്ക് ശാസ്ത്രീകരണം കൊടുക്കുമ്പോൾ പുരുഷന്മാർക്കും അതേ സാധനം ഉണ്ട്. അവരും ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. അതൊന്നും ഒരു തെറ്റല്ല. അല്ല, അങ്ങനെ പറയുന്നില്ല. ചിരിച്ചോണ്ടാണ് ആ വീഡിയോ എടുക്കുന്നത്. കണ്ടാ മനസ്സിലാവും ശരിക്കും അത് പ്ലാൻ ചെയ്തതല്ലേ. ഒരു പ്രിപ്പയർഡ് ടച്ച്, ബിക്കോസ് എവരിവൺ ഹാസ് സീൻ ഇറ്റ്. പെയ്ഡ് ആയിട്ട് ചെയ്തതാണ്, അല്ലാതെ പ്ലാൻ ചെയ്തത്. അതിന്റെ അർത്ഥം എന്താണ് ഇന്റൻഷൻ? ആ പെൺകുട്ടിയുടെ ഇന്റൻഷൻ എന്താണ്? സ്ത്രീ സുഖിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരാരും ഒന്നും പറയാറില്ല. സ്ത്രീയുടെ സുഖത്തിന് അവൾ നിന്നു കൊടുത്താൽ കണ്ടില്ലേ അവളുടെ മുഖമൊന്നും. അതിനപ്പുറത്തേക്ക് അവളുടെ ബോഡിയോ ഓവർകം ചെയ്തു. തോന്നിയ ഒറ്റ ഒരാള് ഐശ്വര്യായിരിക്കും. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. അറ്റ്ലീസ്റ്റ് എന്റെ കണ്ണിൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു മനുഷ്യനെ. ദീപക് ഷുഡിന്റ് അവൻ കൺട്രോൾ ചെയ്യണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, അല്ലെ അവരെ തട്ടി സോറി പറയാനുള്ള അയാൾ പാളി നോക്കുന്നുണ്ട്. ഷിംജിതയ്ക്ക് 2 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഒന്നും ഇമോഷൻ പ്രശ്നമല്ല. മരണം കഴിഞ്ഞിട്ട് അമ്മേന്റെ ഫേസ് എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാര് കരയുന്നത്. ഇത്ര പബ്ലിസിറ്റി കൊടുത്ത്, ഇത്ര റൊമാൻറ്റിസൈസ് ചെയ്ത്, ഇത്ര ഗ്ലോറിഫൈ ചെയ്തൊരു സ്പേസ് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേ ഫീലിങ്സ് ഒരു വീട്ടിലെ വരുമാനം നിന്നപ്പോ ഉണ്ടാവില്ലേ? ആ വീട്ടിലെ മെയിൻ വരുമാനമായിരുന്നു ദീപക്. അതിന് ഭയങ്കര ചബല ആർഗ്യുമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വരുമാനം നിൽക്കുക എന്നൊക്കെ പറയുന്നതും ഒരു ഇമോഷണൽ സപ്പോർട്ട്, 2 കുട്ടികളുടെ ഗ്രോത്തിന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നതും നമ്മൾ റിയാക്ട് ചെയ്യാനോ അയാളെ കൊടുക്കാനോ ആണെങ്കിൽ പല വഴികളുണ്ടായിരുന്നു. ബസ്സിൽ വെച്ച് റിയാക്ട് ചെയ്ത് പോലീസിനെ വിളിച്ച് അയാളെ ഡയറക്റ്റ് പോലീസിനെ ഏൽപ്പിക്കാമായിരുന്നു. പല വഴികളുണ്ടായിരുന്നു. ശരിക്കും ട്രെൻഡിനൊപ്പം നീയതാണ് ഷിംജിത എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഒരു 4 വീഡിയോ ഒരുമിച്ച് ട്രെൻഡ് ആയിട്ട് ഇത് വന്നപ്പോ ലാസ്റ്റ് വന്നതാണ് ഷിംജിത. ഞാൻ അതിനൊരു ആ ഒരു ഏരിയ ഷിംജിത യൂസ് ചെയ്തെന്നുള്ളതിനെ ഞാൻ ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ല. റീച്ചിന് വേണ്ടി ആർക്കും എന്ത് ചെയ്യാലോ? റീച്ചിന് വേണ്ടി ആർക്കും എന്തും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തരം താന്ന ഒരു സ്ത്രീനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞോ ഗവൺമെന്റ് ചെയ്തത് തെറ്റാണ്, ഷിംജിതനെ മോചിപ്പിക്കണമെന്ന് ഞാൻ അവകാശപ്പെട്ടില്ല. പക്ഷെ ദീപക് അത് ചെയ്തതാണെന്ന് ഞാൻ എപ്പോഴും തന്നെ ഞാൻ പറഞ്ഞു. മരിച്ച ആളെ കുറിച്ച് വീണ്ടും എന്റെ അമ്മ മരിച്ചതാണ്. എന്റെ അമ്മ എന്റെ അടുക്കൽ എന്തെങ്കിലും ചീത്തയായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അമ്മ അത് ചെയ്തത് മോശമായിപ്പോയി. പക്ഷെ എന്നിരുന്നാലും അമ്മയ്ക്ക് നല്ല സൈഡ്. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നല്ലത് പറയുന്ന കുട്ടി എപ്പോഴും നല്ലതായിരിക്കണം എന്നൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല. അത് തന്നെയാണ് ദീപകിന്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആയിട്ട്. ഈ ഡയലോഗ് നിങ്ങൾ അപ്പുറത്തും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. മരിച്ചതാണോ തെറ്റ്, അതോ തൊട്ടതാണോ പ്രശ്നം? അത് തൊട്ടതാണോ പ്രശ്നം, അതോ മരിച്ചതാണോ പ്രശ്നം? ഒരു കൊച്ചുകുട്ടി ചോദിക്കരുത്. തൊട്ടത് തെറ്റാണ്, മരിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്ന ഐശ്വര്യ എന്തുകൊണ്ട് മുമ്പ് ഇതുപോലൊരു കേസ് വന്നപ്പോ മറ്റേ കഷായം ഗ്രീഷ്മ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല? അല്ലെ എന്റെ ഏരിയ ഇത് അപ്പൊ ഐശ്വര്യയുടെ ഏരിയ എന്റെ ഏരിയ ആണ്. അപ്പൊ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നത് ശരിയാണോ? എന്നും പുരുഷന്മാർ മാത്രമാണ് തെറ്റുകാര്, അവര് മാത്രമാണോ? രാഹുൽ ഈശ്വറിന്റെ ഒരു പുരുഷ കമ്മീഷനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? പുരുഷ കമ്മീഷൻ ഉണ്ടാക്കണം. രാഹുലിനെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കണം. ഇതിനപ്പുറത്തേക്ക് പുള്ളിക്ക് ജീവിതത്തിൽ ലക്ഷ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത്ര കാലമായിട്ട് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇമോഷൻ വോമിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആൾക്കാരെ ഇമോഷനും അറ്റൻഷനും ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നല്ല പെർഫോമൻസ് ആണ്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് പുരുഷ കമ്മീഷൻ പുള്ളി ഉണ്ടാക്കുന്നത് പുള്ളിയുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ എല്ലാത്തരമുള്ള ആൾക്കാരെ, എല്ലാ പുരുഷന്മാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളും ചെയ്യുന്നത്. സ്ത്രീകൾക്ക് ഒരു കമ്മീഷൻ ഉണ്ടല്ലോ. കമ്മീഷനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്നോടല്ല, കമ്മീഷനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഗവൺമെന്റിനോടൊന്നാ ചെയ്യും. ഞങ്ങൾക്ക് കമ്മീഷൻ വേണ്ടെന്ന് സ്ത്രീകളെല്ലാം കൂടി പറഞ്ഞു. മനുഷ്യാവകാശ കമ്മീഷൻ മതി, രണ്ടും ഡിസോൾവ് ചെയ്ത്. പുരുഷനും വേണ്ട, സ്ത്രീക്കും വേണ്ട, അങ്ങനെ അറിഞ്ഞു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.
ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം വണ്ണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന, ആരുടെ മുഖത്ത് നോക്കിയും എന്തും തുറന്നു പറയാൻ കെൽപ്പുള്ള ഒരാളാണ് ഐശ്വര്യ രാധാലക്ഷ്മി. സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ കുറെ എന്താ പ്രിപ്പയർഡ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമായിട്ട് ഐശ്വര്യ ചേച്ചിനെ കാണുന്നത് കുറെ ഇങ്ങനെ ഡിബേറ്റുകളിലൊക്കെ ആണ്. ശരിക്കും ആരാണ് ഐശ്വര്യ രാധാലക്ഷ്മി? ഞാനൊരു സാധാരണക്കാരി. ഇന്ന് തിയേറ്റർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇൻ ബിറ്റ്വീൻ മോളുടെ എഡ്യൂക്കേഷൻ ഒക്കെ ആയിട്ട് ദീപന്റെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. ദീപൻ ശിവറാമൻ എന്ന് പറഞ്ഞ പ്ലേ മേക്കർ. അതിന് മുമ്പും കേരളത്തിൽ അങ്ങനെയുള്ള ഒരു സ്പേസുകളിലും പിന്നെ ഓരോവിൽ തിയേറ്റർ ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ വാസ് ബീയിങ് ഇൻ തിയേറ്റർ സ്പേസസ് ഉണ്ട്. ഇതും പഠിച്ച സിനിമയാണ്. അപ്പോൾ അതിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ. അങ്ങനെ കുറെ കാലങ്ങൾ ഓരോ സ്പേസുകൾ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ആങ്കർ, കോമ്പയറിങ്. അതിനുശേഷമാണ് എഡ്യൂക്കേഷന് പുറത്തേക്ക് പോകുന്നതൊക്കെ. തിയേറ്ററിൽ ഞാൻ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു 3 വർഷമായിട്ട് ദീപന്റെ കൂടെ തന്നെ ആയിരുന്നു പെയിന്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെതായ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ഞാൻ കുട്ടിയുടെ പഠനമാണ് ബേസിക്കലി. ഞാൻ അവളെ സ്കൂളിൽ വിടുന്നുണ്ടായിരുന്നില്ല. അപ്പം കൊടയിൽ ഇതുപോലൊരു സ്കൂൾ കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ തിയേറ്റർ അതുപോലെ തന്നെ കുട്ടികളെ ബാക്കി ജൂനിയേഴ്സ് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറി. ദിസ് ഇസ് മൈ പ്രൊഫൈൽ വെൻ ഐ സേ ഇറ്റ് ആൻഡ് ഐ ഡു മെനി തിങ്സ്. ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആകാൻ ആഗ്രഹിച്ച ഒരാള് എങ്ങനെ ഒരു ആക്ടിവിസ്റ്റ് ആയി? ആക്ടിവിസ്റ്റിലേക്ക് അതെങ്ങനെയായത്? ഞാനൊരു ആക്ടിവിസ്റ്റ് ഇപ്പൊ ഞാൻ അഡ്രസ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു കാഴ്ചപ്പാടെ വ്യത്യാസമാണ്. അതിന്റെ ഒരു റിയൽ ഘടനയിലോ അല്ലെങ്കിൽ റിയൽ സെൻസിലോ അർത്ഥത്തിലോ ഒന്നുമല്ല ആൾക്കാർ എടുക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു അനലിസ്റ്റെന്നോ അല്ലെങ്കിൽ ഒരു ഒബ്സർവറിനോ ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ കാലങ്ങളായി ഞാൻ ഈ പറയുന്ന ആക്റ്റീവ് സ്പേസുകളിലോ അതിനു മുമ്പ് വളരെ തീവ്രമായ ഒരു വിശ്വാസത്തിലോ അതിനുശേഷം എത്തീസത്തിലോ ഒക്കെ മാറി മാറി ഞാൻ ശ്രമിച്ചു നോക്കി. ഐ ബീൻ ദർ 100%. ഞാൻ ഓൾറെഡി ഇൻവോൾവ് ആയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കൾ, ഞാൻ ആ സ്പേസുകളെയൊക്കെ ഓരോ രീതിയിൽ സമൂഹത്തിന്റെ ഓരോ ഭാഗങ്ങളായി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു നിമിഷത്തിൽ എന്നോട് ആൾക്കാർ ഫെമിനിസ്റ്റ്, ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ ആം ദാറ്റ്, ബട്ട് നോട്ട് നിങ്ങളുടെ ചിന്തയിലുള്ള ഒരു സാധനം അല്ല അത്. അത്രേ ഉള്ളൂ. അപ്പൊ അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഞാനിപ്പോ അല്ല അത് ആക്ടിവിസ്റ്റ്. അപ്പോൾ ദിസ് ഇസ് ദ എക്സ്പ്ലനേഷൻ. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഐശ്വര്യയുടെ ഒരു വ്യൂ പോയിന്റ് ആണോ അല്ലേ കാണിക്കുന്നത്? അഫ്കോഴ്സ് ഞാനെന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ഇതല്ലേ, അല്ല ഒരു ടോട്ടാലിറ്റി, ഒരു ഗ്രൂപ്പിന്റെ കൂടെ നിന്ന് സംസാരിക്കാൻ എപ്പോഴും എളുപ്പം ആൾക്കാർക്ക്. ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഈ പൊതുയിടങ്ങളിലോ അല്ല ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ചെയ്യുന്ന അല്ലെ സോഷ്യലി ആക്റ്റീവായി നിൽക്കുന്ന ആളുകളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് ബുക്കും അവരുടെ ലൈക്ക് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കേണ്ടി വരും സംസാരിക്കാനായിട്ട്. എനിക്ക് അങ്ങനെ ഒരു കാര്യമില്ലല്ലോ. ഐ ഹാവ് ടു തിങ്ക് അബൌട്ട് ദ ഭരണഘടന അല്ലെങ്കിൽ നമ്മളുടെ നിയമം. അതിനപ്പുറത്തേക്ക് എനിക്ക് ഒരു കാര്യം അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല ഒരു ഇൻഡിവിജ്വൽ ആയിട്ട്. ഫസ്റ്റ് ഐശ്വര്യ രാധാലക്ഷ്മി നമ്മൾ അറിയുന്നത് ശ്രീകണ്ഠൻ നായർ ഷോയുടെ ഒരു ഡിബേറ്റ് പ്രോഗ്രാമിലായിരുന്നു ഫസ്റ്റ് ആയിട്ട് പുറത്തുള്ളവരെ അറിയുന്നതും അതുപോലെ കുറെ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ എന്താ അത്തരത്തിലുള്ള കമന്റ്സുകൾ വായിക്കുന്നതും. ആ ഒരു സന്ദർഭം എങ്ങനെയായിരുന്നു നേരിട്ടത്? അതായത് 10 years ബാക്കുള്ള ഒരു ഇഷ്യൂ, അത് ലിവിങ് ടുഗദറിനെ കുറിച്ച് അഡ്രസ് ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അപ്പൊ ഞാൻ അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത് ലിവിങ് ടുഗദറിൽ രണ്ടുപേരുണ്ടാകുന്നത്, അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന ചിലപ്പോൾ അതിനകത്തൊരു ഫിസിക്കൽ കണക്ഷൻ ഉണ്ടാവണമെന്ന് പോലും ഇല്ല. ഐ വാസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് ബീങ് ടുഗദർ ഇൻ എ പ്ലേസ് ആൻഡ് ബീങ് കംഫർട്ടബിൾ. ഗ്രാജുവലി അത് ഡെവലപ്പ് ആവുന്നുണ്ട്, റിലേഷൻഷിപ്പ് ആവുന്നു, അല്ലെങ്കിൽ അല്ല. കുറെ കൂടെ അണ്ടർസ്റ്റാൻഡിങ്ങും സ്പേസും ഉള്ളൊരു സ്പേസാണിത്. മാരേജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി സൊസൈറ്റിയുടെ ഇതിൽ കമ്മിറ്റഡ് ആയിട്ട് നമ്മളൊരു സാധനം പാലിക്കേണ്ട അല്ലെ ഒരു കാര്യം ഫോളോ ചെയ്യാൻ നിർബന്ധിതരാകുന്നുണ്ട്. അതിന് കുറെ കൂടെ സ്പേസ് ആണ് ഈ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള സ്ഥലങ്ങൾ എന്നുള്ള രീതിയിലാണ് ഞാൻ അത് അന്ന് അഡ്രസ് ചെയ്തത്. പക്ഷെ ഞാൻ ഇമോഷണൽ ആയിരുന്നു. ഇപ്പൊ ശ്രീലക്ഷ്മി ഒക്കെ പറയുന്ന പോലെ ഞാൻ വിചാരിക്കും ഞാൻ ഭയങ്കര അജിറ്റേറ്റീവ് ആയിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആയിരുന്നു ആ സമയത്ത്. ബിക്കോസ് എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് പ്രൊവോക്കേറ്റീവ് ആയിട്ട് തോന്നിയിരുന്നു. ബട്ട് ആ ഒരു ചർച്ച ഞാനത് ശ്രദ്ധിക്കാറില്ല. ഞാൻ പറയുന്നു, പോകുന്നു, അതിനുശേഷം ആൾക്കാരത് പുള്ളി ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ഹൂവർ ഇസ് വർക്കിംഗ് ഓൺ ഇറ്റ് ശ്രദ്ധിക്കില്ല. ഇല്ല, അത് എന്റെ കാര്യമില്ല. ഞാൻ കമന്റ് പോലും നോക്കാത്ത, കമന്റ് ചീത്ത പറയുന്നവരോടൊക്കെ ഞാൻ നന്ദി പറയാറുണ്ട്. കാരണം അത് അവരുടെ ഫീലിംഗ്, അത് എനിക്ക് റെസ്പെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. പ്രസന്റിൽ നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്ന ഒരു ന്യൂസ്, ഷിംജിത ദീപക് എന്ന് പറയുന്ന ഒരു കേസില് ഇപ്പൊ ആ കുട്ടി ഒരു വീഡിയോ എടുത്തു, അത് വൈറലായി, ആള് ആത്മഹത്യ ചെയ്തു. അപ്പോ അതിനെ തുടർന്നിട്ട് ഉണ്ടായ ഒരു ചർച്ചയാണ് വൈ നിങ്ങൾ ഷിംജിതയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു? ഞാൻ ഷിംജിതനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണോ, അങ്ങനെയാണോ ഫീൽ ചെയ്തത്? ഓഫ് കോഴ്സ് ഓൾമോസ്റ്റ് ഉള്ള എല്ലാവർക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആണല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ, അതന്നെ ഞാൻ തിരുത്തി പറഞ്ഞല്ലോ. പക്ഷേ ഷിംജിതയുടെ എല്ലാ ആക്ഷനും സപ്പോർട്ട് ചെയ്യാനോ ഷിംജിതനെ വ്യക്തിപരമായി സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് ഷിംജിതനെ അറിയില്ല.
പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്തത് ആ പർട്ടിക്കുലർ വീഡിയോയിലുണ്ടായിരുന്ന അയാളുടെ ആക്ഷൻ പോലെ തന്നെ ഷിംജിതയ്ക്ക് കുറച്ചുകൂടി ബുദ്ധിപരമായി ചെയ്യാറുണ്ട്. ഷിംജിത ഒരു സെൻസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ബേസിക്കലി, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വെച്ചിട്ട്. ആ സ്പേസിൽ അയാൾ അത് ചെയ്യുമ്പോൾ അയാൾക്കൊരു ഭർത്താവുണ്ട്, 2 കുട്ടികളുണ്ട്, ടീനേജ് 2 പെൺകുട്ടികളാണ് അയാൾക്കുള്ളത്. അയാൾ എപ്പോഴും തലത്തട്ട് ഇടില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പള്ളിക്കെതിരായി നിൽക്കുന്ന ഒരാളൊന്നുമല്ല. അയാൾ അതിൻ്റെതായ മൂല്യങ്ങളെ വാല്യൂ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസിൽ ധൈര്യമായിട്ട് ഇറങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അവർ മനഃപൂർവ്വം ഇത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അവരുടെ ഭർത്താവിനെ, ഒരു PG വരെ കഴിഞ്ഞാണ്, അവർ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്ത സ്ത്രീയാണ്. ഷി ഹാസ്, അവരൊരു ബ്രദർ ഉണ്ട്. ഞാൻ അവരുടെ ഫാമിലിയോടൊക്കെ സംസാരിച്ചു നോക്കിയിട്ട് നോ, ചേച്ചി വീഡിയോ കണ്ടതല്ലേ? ഞാൻ കണ്ടതാണ്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാനും എൻ്റെ ബ്രദറും അവിടെ നിന്ന് എല്ലാവർക്കും തോന്നി ഇറ്റ് ഈസ് എ ടച്ച്, ബിക്കോസ് എവറി വൺ ഹാസ് സീൻ ഇറ്റ്. അങ്ങനെ അവർ പറഞ്ഞു ആൺകുട്ടികളും വേറെ ആരും അംഗീകരിക്കില്ലായിരിക്കും, ബട്ട് ദാറ്റ് ഈസ് ഇറ്റ്. ടച്ച് ഉണ്ട്. വീഡിയോ കണ്ട എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്, ഒരാള് ഇപ്പോ നമുക്കൊരു ബാഡ് ടച്ച് ഉണ്ടായാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് മനസ്സിലാവും, ചേച്ചിക്ക് മനസ്സിലാവും. സോ ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യുക. ചിരിച്ചുകൊണ്ടാണ് ആ വീഡിയോ എടുക്കുന്നത്, കണ്ടാൽ മനസ്സിലാവും ശരിക്കും അത് പ്ലാൻ ചെയ്തതല്ലേ. ഒരു പ്രിപ്പയർഡ് ആയിട്ട് ചെയ്തതാണ്, അല്ലാതെ പ്ലാൻ ചെയ്തതല്ല. അവർ ആ വീഡിയോ എടുക്കാൻ പ്രിപ്പയർഡ് ആയിരുന്നു. അതിന് തൊട്ടു മുമ്പുണ്ടായ എന്തോ ഇൻസിഡന്റോ തൊട്ടു മുമ്പുണ്ടായ ഒരു പ്രിപ്പറേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവരെന്തോ കണ്ടതോ അവർ അഡ്രസ് ചെയ്തതോ വെച്ച് അവരെടുക്കുന്ന സമയത്ത് ഷി വാസ് ഇന്റൻഷനലി ഡൂയിങ് ഇറ്റ്. അതിന്റെ അർത്ഥം എന്താണ് ഇന്റൻഷൻ? ആ പെൺകുട്ടിയുടെ ഇന്റൻഷൻ എന്താണ്? ഈ പറയുന്ന സമൂഹത്തിന്റെ മുമ്പിൽ മുഴുവൻ ഇങ്ങനെ കാണിച്ചിട്ട്, ഈ കേരള സമൂഹം, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയാൽ സ്ത്രീ സുഖിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരാരും ഒന്നും പറയാറില്ല. സ്ത്രീയുടെ സുഖത്തിന് അവൾ നിന്നു കൊടുത്താൽ കണ്ടില്ലേ അവളുടെ മുഖമൊന്നും. അതിനപ്പുറത്തേക്ക് അവളുടെ ബോഡിയോ ഓവർകം ചെയ്തു, അല്ലെങ്കിൽ ഞാൻ നിന്നു കൊടുത്തിട്ടാണെങ്കിലും ഞാൻ നിന്നെ തെളിയിക്കും എന്നുള്ള മൈൻഡ് സെറ്റ് ആണല്ലോ. അതിനെ അഡ്രസ്സ് ചെയ്യാൻ അവരുടെ വീട്ടിൽ പറ്റിയിട്ടുണ്ട്, അവരുടെ ഭർത്താവിന്റെ അടുക്കൽ പറ്റിയിട്ടുണ്ട്. ഒരു ഒഫീഷ്യലിനെ വിളിച്ചു ചോദിച്ചതാണ്. പേര് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലാത്ത, അല്ലെങ്കിൽ ഈ മോബിന്റെ ഒരു വയലൻസിൽ ഭയങ്കര പേടിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്തവർ. സോ റൈറ്റ് നൗ നോ വൺ വിൽ കം ഔട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി. ശരി, ചേച്ചിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈവൻ ചേച്ചിക്കാണ് ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്, ആരെങ്കിലും ചേച്ചിനെ ബാഡ് ആയിട്ട് ടച്ച് ചെയ്താൽ ചേച്ചി എങ്ങനെ റിയാക്ട് ചെയ്യും? ആ സമയത്ത് വീഡിയോ എടുക്കും? ഞാൻ പല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ പെട്ടെന്ന് വരുന്ന റിയാക്ഷൻ, ഞാൻ പറയുന്ന എനിക്ക് ഫസ്റ്റ് ഇതുണ്ടാവുന്ന സമയത്ത് എനിക്ക് അറിയത്തുപോലും ഇല്ല എന്താ സംഭവിച്ചത്. അത് വളരെ ടീനേജ് ടൈമിലാണ്. അപ്പൊ എന്റെ ദേഹം വെറ്റായിട്ട് ബാക്ക് സൈഡ് ഇങ്ങനെ നനഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്ത് ആരോ എന്റെ ദേഹത്ത് യൂറിൻ പാസ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയും സെൻസ് എനിക്ക് അന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ചേച്ചി, കസിൻ, അടുത്ത വീട്ടിലെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എന്നെ കവർ ചെയ്ത് കൊണ്ടുവന്നു. കോട്ടയത്ത് ബസ് സ്റ്റാൻഡ് വെച്ചാണ് ഇറങ്ങുമ്പോഴാണ് നടക്കുന്നത്, KSRTC ബസ്സിൽ തന്നെ. ആൻഡ് ദെൻ ഐ ഒബ്സർവ്ഡ് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഞാനും അമ്മായും കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് തൊട്ട് മുമ്പിൽ ഇരുന്ന ചേച്ചി ഇതേപോലെ അൺകംഫർട്ടബിൾ ആയിട്ട് അയാൾ അങ്ങോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. പക്ഷെ അയാളുടെ ഹിപ്പ് ഇങ്ങോട്ടാണ്. ആ പേഴ്സൺ ഇസ് നോട്ട് അഡ്രസ്സിങ് യു. അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല അയാൾ നമ്മളെ നോക്കിയാണ് ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനെ തള്ളി ഇങ്ങനെ നിൽക്കുന്ന ഒരു ചേട്ടനോട്, അതും ഭയങ്കര തൃപ്പൂത്തൊക്കെ, ചെങ്ങന്നൂർ അമ്പലത്തിലെ തൃപ്പൂത്തിന് ഒരു ഉള്ളി മണ്ണിടാനുള്ള സ്ഥലം കാണില്ല, ആളുകൾ അത്രയും ഉണ്ടാവും, വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അവർ അമ്പലത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് വേറെ തന്നെ ചിന്തകൾ ഉണ്ടാവും, അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അവരെ തെള്ളുന്നു. അപ്പൊ കുറെ നേരമായിട്ട് എനിക്കിങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മ ഒക്കെ പിച്ചി പറിക്കുന്നുണ്ട്, മിണ്ടാണ്ടിരിക്കുന്നു പറയുന്നുണ്ട്. കുറെ കഴിഞ്ഞ് എന്റെ കൺട്രോൾ വിട്ടിട്ട് ഞാൻ ചേട്ടനോട് വന്ന് മാറി നിൽക്കാൻ പറ്റും. ചേച്ചി അൺകംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെയാണ് അവരുടെ മൂവ്മെന്റ് മുഴുവൻ. ഷീ ഈസ് നോട്ട് ഈവൻ ലുക്കിംഗ് അറ്റ് ഇറ്റ്. അത്രയും നാണംകേട് ആണ് അവർക്കത് ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു മാറി നിൽക്കുന്നു. അപ്പൊ തന്നെ ആൾക്കാർ അഡ്രസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വേറെ ഒന്നും പറയണ്ട, ഇത്രയും നേരമായിട്ട് എന്തായാലും ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആർക്ക് റെസ്പോണ്ട് ചെയ്യണ്ടായിരുന്നല്ലോ, ആ ചേട്ടൻ ഇറങ്ങിപ്പോട്ടെ എന്ന് ബെല്ലടിച്ച് ആ ചേട്ടനെ ഇറക്കിയിട്ടു. അതിപ്പോ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി തന്നെയാണ്? അല്ല, ഭർത്താവ് അമ്മയും ഫ്രണ്ടിലുണ്ട്. അവർക്ക് അങ്ങനെയാണ് റെസ്പോൺസ് ഉണ്ടാവുന്നത്, അവരങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇത് വേറൊരു ചിന്താഗതിയുടെ ഭാഗമാണ്. ഇത് ആരെങ്കിലും അറിഞ്ഞാൽ എനിക്കാണ് നാണക്കേടെന്ന് സ്ത്രീകൾ വിശ്വസിക്കും. അതാണ് അതിന്റെ ബേസിക് കാരണം. ഈ പറയുന്ന ആൾക്കാർക്ക് എന്തോന്ന് പച്ച ഭാഷയിൽ പറഞ്ഞാൽ ജാക്കി വെക്കാൻ ബസ്സിൽ കയറാൻ പറ്റുന്നതിന് കാരണം ഈ സ്ത്രീകളുടെ വൾണറബിലിറ്റി ഭയവുമാണ്. മൊറാലിറ്റിയോടുള്ള അതിതീവ്ര, അല്ലെ സമൂഹത്തിൽ അവരെ കാണുന്നതിന്റെ ഒരു ഇമേജിന്റെ പേടിയാണ്. ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് അത് അവർ ചെയ്യുന്നത്. അത് കാലാകാലങ്ങളായി അടിച്ചേപ്പിച്ചേക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ കുറച്ചും കൂടി വളർന്ന് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതായതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഗേൾസ് എടുത്തിടാൻ തുടങ്ങുന്നത്. മേ ബി ഒരു 4-5 വീഡിയോസ് ആയിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതുപോലെ ഗേൾസിന് ഉണ്ടാവുന്ന സാധനങ്ങൾ 4-5 വീഡിയോസ് ആയിരിക്കും ബസ്സിൽ ഉണ്ടാവും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനു മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, റിയാക്ട് ചെയ്തവരുണ്ട്. ഇവൻ ഞാൻ വരെ ബസ്സിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പാനിക് ആവുന്ന സമയത്ത് നമ്മൾ റിയാക്റ്റാ ചെയ്യുന്നത്. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നും അറിയില്ല. ഫ്രം ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടിച്ചിട്ടുണ്ട്, ഞാൻ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടക്ടേഴ്സ് ഒന്നും അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ വന്നിട്ട് പറയും മിണ്ടാതിരി. എറണാകുളത്ത് ഞാൻ ഇവർ ഓട്ടോ എടുത്തിട്ട് പാലാരിവട്ടത്തുനിന്ന് നമ്മുടെ മറ്റേ ഹോസ്പിറ്റൽ ജംഗ്ഷനല്ലേ അവിടെ വരെ പോകണം, മെഡിക്കൽ ട്രസ്റ്റിന്റെ ജംഗ്ഷൻ വരെ പോകുന്ന സമയത്ത് ഒരു ഓട്ടോക്കാരൻ അതിലിരുന്ന് മാസ്റ്റുർബേറ്റ് ചെയ്യണം. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ടു റെസ്പോണ്ട്.
ഞാനിങ്ങനെ സ്റ്റക്കാണ്. ഞാൻ എന്നിട്ട് വെളിയിലോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത്. ഒരു പബ്ലിക് സ്പേസിൽ ചേട്ടൻ, അപ്പൊ അയാൾ റോഡ് വഴി ഇങ്ങനെ ഊട് വഴി എടുത്തിട്ട് പോകണം, റോഡ് പണിയാണ് മെയിൻ റോഡിലെല്ലാം പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്ത് വേണേലും കാണിച്ചോട്ടെ എന്ന് വെച്ചു. ഞാൻ അനങ്ങിയില്ല, ഞാൻ വെളിയിലോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ബട്ട് ഐ ക്യാൻ സീ ഇൻ ദിസ് ആംഗിൾ ഇൻ ദ മിറർ. മനസ്സിലായി, ഒരു സൈഡിലുള്ള മിററിൽ എനിക്ക് കാണാൻ പറ്റും എന്താ സംഭവിക്കുന്നത്. ഞാൻ എന്താണെന്നറിയില്ല, മൂവ്മെന്റ് ഉണ്ട് എനിക്കറിയാം. അയാൾ അതിനുശേഷം അവിടുന്ന് തോർത്തെടുക്കുന്ന എല്ലാം കണ്ടു. മെഡിക്കൽ ട്രസ്റ്റ് ജംഗ്ഷനിൽ ചെന്നപ്പോൾ ഞാൻ ട്രാഫിക് പോലീസുകാരനെ വിളിച്ചു. ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയില്ല, ഇയാൾ എന്നോട് പൈസ ചോദിച്ചു. അപ്പൊ എക്സാക്ട്ലി ഉണ്ടായ എൻ്റെ പല സമയത്ത് പല റിയാക്ഷനാണ്, അതാണ് ഞാൻ പറയുന്നത്. അയാളോട് ഞാൻ പറഞ്ഞു ചേട്ടൻ എന്നോട് പൈസ ചോദിക്കുന്നു, ചേട്ടൻ്റെ പേരെന്താ ചോദിച്ചു. പറഞ്ഞു രമേശ്. അയാളുടെ പേര് രമേശ് എന്നായിരുന്നു. ഞാൻ പുള്ളിയുടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ ട്രാഫിക് പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു, സർ ഇയാൾ വൃത്തികേട് കാണിച്ചിട്ടുണ്ട്, ഇയാളുടെ ആ ടവലിൽ ഇതിനുള്ള തെളിവുണ്ട്, ഞാൻ ഇയാളെ നോക്കിയിട്ടില്ല, ഞാൻ ഇയാളെ പ്രൊവോക്ക് ചെയ്തിട്ടില്ല, ഞാൻ അയാളോട് സംസാരിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഡ്രസ്സിൽ ഒന്നും റിവീൽ ചെയ്യുന്നതായിട്ട് ഇരുന്നിട്ടില്ല. സോ ബട്ട് ഹി ഡിഡ് ഇറ്റ് ആൻഡ് യു ക്യാൻ പ്രൂവ് ഇറ്റ്. ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയും ഇതൊക്കെ പറയുന്ന നാണംകേടാണ്. ട്രാഫിക് പോലീസാണ് പറയുന്നത്, കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്. കുറച്ച് ഇതൊക്കെ പറയുന്ന നാണംകേടാണ്, ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്, പോട്ടുപോട്ടെന്ന്. അപ്പം ഞാൻ ഓട്ടോക്കാർ ചേട്ടന്മാരെ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെയും കൂടെ പേര് കളയുന്ന ഇയാളാണ്. റെസ്പോണ്ട് ചെയ്യുന്നതിന് പല രീതികളുണ്ട്. അതിനു മുമ്പ് ഞാൻ അടിച്ചിട്ടുണ്ടാവാം, ഞാൻ ഫിസിക്കലി റെസ്പോണ്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം. ഞാനാണെങ്കിൽ ഒരു അച്ഛനും മകളും കൂടെ ബസ്സിൽ കയറിയിരുന്നപ്പോൾ ഇതേപോലെ മകളെ എൻ്റെ അടുത്തിരുന്നിട്ട് അച്ഛൻ ചാരി നിൽക്കുകയാണ് KSRTC ബസ്സിൽ. ഞാൻ റെസ്പോണ്ട് ചെയ്യാളോട് മകളുടെ മുമ്പിൽ വെച്ച് എഴുന്നിട്ട് അടിക്കണോ, ചീത്ത വിളിക്കണോ? കുറച്ച് പോകത്തില്ല, ആ കുട്ടിക്ക് ട്രോമയാവില്ല, കുട്ടി എന്തോ സെൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ മകളെയും കൊണ്ട് കയറുമ്പോൾ ഇങ്ങനെയല്ല കാണിക്കണം. ഞാൻ ചീത്തയും വിളിച്ചിട്ട് പറഞ്ഞു മാറി നിൽക്കുന്നു. അയാൾ മാറി നിന്നു. സോ ദർ ആർ ഡിഫറെന്റ് വേ. അതിനുശേഷം പബ്ലിക് സ്പേസിലൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാത്ത ടച്ച് ഉണ്ടാവും. ഞാൻ ഇങ്ങനെ കമ്പ് പിടിച്ചിട്ടൊക്കെ നടന്നിട്ടുണ്ട്, എനിക്കറിയാം. ഇപ്പം ഇത് കാണുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹിമ എന്ന് പറഞ്ഞ കുട്ടി, അവളുടെ അനിയത്തി, ഇവരെല്ലാം കൂടെ വരുമ്പോൾ ഇവർക്ക് സാധാരണ പാവം കുട്ടികളാണ്. അപ്പം ഞാൻ ഒന്നും പേടിക്കുന്നുണ്ട്, ആരെങ്കിലും വരേണ്ടത് നമുക്ക് കുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് നോട്ട്, അതായത് ഷിംജിത ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്തുകൊണ്ട് താൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഷിംജിത ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാവുന്നൊന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ നിയമ സംഘടന അല്ലെങ്കിൽ നിയമത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നിയമപാലകർ ഭയങ്കര സ്ലോയും ഇൻഫ്ലുവൻസ്ഡ് ആകാറുണ്ട് പവറിൽ. അത് ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രമല്ല, ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇൻഫ്ലുവൻസ്ഡ് ആവാത്തതോ അല്ലെ മോബിന്റെ ഒരു ഇൻഫ്ലുവൻസോ അല്ലെ മെജോറിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതോ പവറിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതോ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നിയമപാലകർ നിയമവും നല്ലതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത് ഇൻഫ്ലുവൻസ്ഡ് ആകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഈ പറയുന്ന ദിലീപിനോട് കാണിക്കാത്ത ഇത്രയും കോൺഷ്യസ് ലൈക്ക് പ്രിക്കോഷൻസ് ആയിരുന്നു ഈ പറയുന്ന ഷിംജിതയുടെ കാര്യത്തിൽ എടുക്കുന്നത്, റിമാൻഡ് ചെയ്യുന്നതും. What sort of a place is it? Of course, എല്ലാവർക്കും ബാധിക്കുന്ന കാര്യമല്ലേ അത്. നാളെ ഒരു ബസ്സിൽ കയറിയിട്ട് അറിയാണ്ടെങ്ങാനും ആരെങ്കിലും തട്ടിയാൽ ഉടനെ വീഡിയോ എടുത്തിട്ട് അവരുടെ ജീവിതം അറിയാണ്ട് തട്ടിയാൽ വളരെ മര്യാദയ്ക്ക് പറയാൻ ക്ഷമിക്കുക, സോറി എന്ന് പറയാൻ 2 വാക്കുണ്ട്. അത് പറയാൻ പറ്റാത്ത ആളുകൾ മനഃപൂർവ്വം തന്നെ തട്ടുന്നതായിരിക്കും. അപ്പൊ അവരിങ്ങനൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അതിനകത്ത്. കാരണം ഇങ്ങനെ പെരുമാറുമെന്ന് നമ്മളോട് പറയാനായിട്ട് ഒരാൾക്കും പറ്റില്ല. ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നീ അത് ഇടരുതെന്നും പറയാൻ പറ്റില്ല. അവർ വിളിച്ചു ചോദിച്ചത് ഒരു ഒഫീഷ്യലിനോട് തന്നെയാണ്, ഗവൺമെന്റ് ഒഫീഷ്യലിനോടാണ്. എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് ഞാനത് പോസ്റ്റ് ചെയ്ത പ്രശ്നമുണ്ട്. അപ്പൊ പുള്ളിയുടെ ഉപദേശം ഇങ്ങനെയായിരുന്നു, നെഗറ്റീവും പോസിറ്റീവുമായുള്ള കമന്റുകൾ ഒരുപാട് വരാം, അതറിഞ്ഞിട്ട് നീ ഇടണമെന്ന് പറഞ്ഞു. ഓൾറെഡി ഇവരുടെ ഭർത്താവിന്റെ സ്പേസിൽ വീടിന്റെ അവിടെ ലീഗില് അവരുടെ സജഷൻ പ്രകാരം PG ഹോൾഡർ ആയതുകൊണ്ടും സമൂഹത്തിൽ നിന്ന് നിൽക്കട്ടെ, ഇലക്ഷൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു നിർത്തിയതാണ് ഇവരെ. അങ്ങനെ നിന്നൊരു സ്ത്രീ അവരിത് ചെയ്തു. അതായത് അവർ റെക്കോർഡ് ചെയ്തിട്ടപ്പോൾ 5000 പേരെന്തോ കണ്ടു കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്തു എന്ന് ആൾക്കാർ പറയുന്നു. എന്തിനു ഡിലീറ്റ് ചെയ്തു? നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് പേടിച്ചു പോയി. അവർ വിചാരിച്ച പോലെയുള്ള ആൾക്കാർ റെസ്പോണ്ട് ചെയ്ത്. എന്നിട്ട് അവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടു. അവർക്കത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അവർ പറയുന്നു ദിസ് ഇസ് വാട്ട് ഐ ഫെൽ, ഇതിന്റെ റീസൺ ആണ്, ഇതാണ് ഞാൻ ഇട്ടതെന്ന്. അത് വളരെ വൃത്തിയായിട്ട് അവർ പറയുന്നത്. പക്ഷെ അവരുടെ ഫേസിന്റെ എക്സ്പ്രഷൻ അതാണ് മെയിൻ ആയിട്ട് ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യുന്നത്. ആരെങ്കിലും ഏതെങ്കിലും ഒരു പുരുഷൻ ഇപ്പൊ എന്നെ തൊട്ടാൽ എനിക്ക് ആ റിയാക്ഷൻ ആയിരിക്കില്ല വരുന്നത്. ലൈക്ക് എല്ലാവരുടെ റിയാക്ഷൻ ഒരുപോലെ ആയിരിക്കില്ല, പക്ഷെ ഫേസ് എക്സ്പ്രഷൻ, ഞാൻ ചിരിച്ചോണ്ട് നിൽക്കില്ല ആരെങ്കിലും എന്നെ ടച്ച് ചെയ്താല്. ഉള്ളിൽ ഒരു പേടി ഉണ്ടായിട്ട് മുഖത്തൊരു പേടിയുടെ രൂപമായിരിക്കും, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ആയിരിക്കും. അതൊന്നും ഷിംജിതയുടെ മുഖത്ത് കണ്ടില്ല എന്നുള്ളതാണ് ചോദ്യം. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമുക്ക് ഒരുപാട് അക്യൂസേഷൻ ഉണ്ടായിരുന്ന മെയിൻ സെലിബ്രിറ്റീസ് ഉണ്ട്, പുരുഷന്മാരായിട്ടുള്ള ആൾക്കാർ. ഒരുപാട് പേരുടെ അക്യൂസേഷൻ നടന്നിട്ട് ഇവരെല്ലാം രക്ഷപ്പെട്ടു. പോലീസിൽ കൊണ്ടുപോയി വിളിച്ചു മാറി അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും രക്ഷപ്പെട്ടു. ഇൻ ദ എൻഡ് ഓഫ് ദി ഡേ ദാറ്റ് അവരെല്ലാം നിരപരാധികളാണ്. ഇങ്ങനെ ഒരു സ്പേസ് വരുന്ന എല്ലാരും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഭാവനയുടെ കേസ് കള്ളക്കേസാണെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന സെലിബ്രിറ്റീസിന്റെ സ്പേസിലുണ്ടായ എല്ലാ കേസും കള്ളക്കേസ് ഈവൻ ചിലതെങ്കിലും ആയിരിക്കാമല്ലോ. ഫോർ മീ ലൈക്ക് ഭാവനയുടെ കേസ് ഒരു കള്ളക്കേസായിട്ട് തോന്നുന്നില്ല. ഭാവനയുടെ കേസ് എനിക്ക് സത്യസന്ധമായ കേസായിട്ട് തന്നെ തോന്നുന്നത്. അതിന്റെ പേരിൽ ദിലീപ് വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഐ വിൽ ലൂസ് ട്രസ്റ്റ്. എനിക്ക് എൻ്റെ ഭരണഘടനയിലെ നടത്തിപ്പുകാരെ അല്ലെങ്കിൽ നിയമത്തിന്റെ നടത്തിപ്പുകാരോട് സംശയം തോന്നും. അതേ സംശയം ഏത് മനുഷ്യനും തോന്നാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. അത് കൃത്യമായിട്ട് നടത്താൻ അത് കൃത്യമായിട്ട് നടത്താനായിട്ട് അവർക്ക് സ്പേസ് ഉണ്ടാകുക, അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുക എന്നൊരു സാധനം കൂടി ഉണ്ട്. ഈ സ്ത്രീകൾക്ക് പിന്തുണ കൊടുക്കുമ്പോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ശാസ്ത്രീകരണം കൊടുക്കുമ്പോ പുരുഷന്മാർക്കും അതേ സാധനം ഉണ്ട്. അവരും ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. സോ അവർക്കും ജീവിക്കണം.
അതിന് സ്ത്രീകൾ മാത്രം ഇപ്പം നമുക്കൊരു വിചാരമുണ്ട്. ഇപ്പൊ എന്ത് നടന്നാലും എന്തെങ്കിലും വീഡിയോ എടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളക്കേസ് അവൻ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ പോരെ. ഇല്ലെങ്കിൽ ഒരു 5 വർഷം അവന്റെ കൂടെ താമസിച്ചിട്ട് ഒരു സമയത്ത് അടി ഉണ്ടാക്കുമ്പോ ഈ 5 വർഷം കൊണ്ട് അവൻ എന്നെ പീഡിപ്പിക്കായിരുന്നു പോയി കേസ് കൊടുത്താൽ പോരെ. അങ്ങനെ നടക്കുന്ന കാര്യങ്ങളില്ലേ? നമ്മൾക്ക് എന്ന് പറയുമ്പോൾ സ്ത്രീകളാണ് ഉദ്ദേശിച്ചത്. സ്ത്രീകൾ. അപ്പൊ നമ്മൾക്ക് എന്നുള്ളതിൽ ആ സ്ത്രീയിൽ ഒരാളല്ല ഞാൻ. എന്തായാലും ഞാൻ സ്ത്രീകളുടെ കാര്യം മനസ്സിലാക്കുക, സ്ത്രീകളുടെ വികാരം മനസ്സിലാക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. അതിന്റെ അർത്ഥം ഞാൻ പുരുഷന്മാരുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ഒരാൾ, അവരെ വെറുക്കുന്ന ഒരാൾ, പുരുഷ വിരോധി എന്നൊക്കെ എഴുതി. എനിക്കാണ് പുരുഷന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരും അവരാണ്. എൻ്റെ അനിയനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ്. അതിനർത്ഥം ഞാൻ പുരുഷനെതിരെയാണ് നിൽക്കുന്നത്. എത്രയോ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ. ഇപ്പൊ നിങ്ങൾ ഈ ഷിംജിതയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നാളെ വീണ്ടും ഒരു ഷിംജിത വളരാനുള്ള സാഹചര്യമല്ലേ കൊടുക്കുന്നത്? ഷിംജിതയുടെ ആക്ഷനെ ഞാൻ എതിർക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഷിംജിത കാണിച്ച മണ്ടത്തരത്തെ ഞാൻ എതിർക്കുന്നു ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എല്ലാ ഇന്റർവ്യൂയിലും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീഡിയോ എടുത്തിട്ട് ഇതേ എക്സ്പ്രഷൻ കൊടുത്ത് എന്താണേലും ഞാനത് നേടിയെടുത്തു, അല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ കണ്ടു, അവനത് ചെയ്തു, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചെന്നുള്ള ആ സ്മൈലായിരിക്കും അവരുടെ ഫേസിൽ ജെന്യൂൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവൻ എന്നെ അല്ല അങ്ങനെ ചെയ്തു, എനിക്ക് അതിനെ പറ്റിക്കാൻ തോന്നി ഒറ്റ ഒരാള് ഐശ്വര്യായിരിക്കും. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. അറ്റ്ലീസ്റ്റ് എന്റെ കണ്ണിൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു മനുഷ്യനെ. നാളെ വേറൊരാൾ ഇതേ സിറ്റുവേഷനിൽ, പുരുഷനാണെങ്കിലും ശരി സ്ത്രീ ആണെങ്കിലും, ഇങ്ങനൊരു സംശയാസ്പദമായ സാഹചര്യത്തിൽ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുമ്പോഴും വയലൻസിന് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒബ്സർവ് ചെയ്യും, ഇസ് ദർ ഇസ് എനി റൈറ്റ് ഇൻ ദാറ്റ് സൈഡ്. എന്നെ ആരും അഡ്രസ് ചെയ്യുന്നില്ലല്ലോ. ഡിവോഴ്സി ആയിട്ടുള്ള ഒരു ദീപകിന്റെ ഭാര്യേന്റെ കാര്യം. ദീപകിന് ഒരു കുട്ടിയുണ്ട്. ഐ ഹേർഡ് ലൈക്ക് ഹീസ് ഹാവിങ് ഹിസ് ഓൺ സ്ട്രഗിൾ എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയുള്ള സ്പേസുകളെ ഒന്നും ആരും അഡ്രസ് ചെയ്യുന്നില്ല. ഈ പറയുന്ന ഷിംജിതയ്ക്ക് 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ, ടീനേജ് ആയത് ഒരു ആ കുട്ടികളുടെ ഒന്നും ഇമോഷൻ പ്രശ്നമല്ല. മരണം കഴിഞ്ഞിട്ട് അമ്മേന്റെ ഫേസ് എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാര് കരയുന്നത്. ഇത്ര പബ്ലിസിറ്റി കൊടുത്ത്, ഇത്ര റൊമാൻറ്റിസൈസ് ചെയ്ത്, ഇത്ര ഗ്ലോറിഫൈ ചെയ്തൊരു സ്പേസ് കാണിക്കുന്ന ഞാൻ ഉറപ്പായിട്ടും ഷിംജിതയ്ക്കും ഉണ്ട് ഫാമിലി, മക്കളുണ്ട്. ചിലപ്പം അമ്മയുടെ മുഖം TV-യിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പോലീസ് വരുമ്പോഴൊക്കെ മക്കൾക്ക് ടെൻഷൻ ആയിരിക്കും, കരച്ചിലായിരിക്കും. ഓഫ് കോഴ്സ് അവർക്കും ഫീലിങ്സ് ഉണ്ട്. അതേ ഫീലിങ്സ് ഒരു വീട്ടിലെ വരുമാനം നിന്നപ്പോ ഉണ്ടാവില്ലേ? ആ വീട്ടിലെ മെയിൻ വരുമാനമായിരുന്നു ദീപക്. അതിന് ഭയങ്കര ചബല ആർഗ്യുമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വരുമാനം നിൽക്കുക എന്നൊക്കെ പറയുന്നതും ഒരു ഇമോഷണൽ സപ്പോർട്ട്, 2 കുട്ടികളുടെ ഗ്രോത്തിന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നതും തമ്മിൽ ഒരിക്കലും അല്ല. അത് നമ്മളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. 2 കൊച്ചു കുട്ടികള്, അത് ടീനേജ് ടൈമിലോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള കുട്ടികൾ വളർന്നു തരുമ്പോൾ അതിന്റെ അമ്മ ജയിലിൽ കിടന്ന് അവർക്കുണ്ടാകുന്ന അവരാലോചിക്കണമായിരുന്നു എന്ന് ഇവർ പറയും. ഞാൻ പറയും ദീപക്കും ആലോചിക്കണമായിരുന്നു, കെയർഫുൾ ആയിരിക്കണമെന്ന്. ദീപക് ഷുഡിന്റ് അയാളെ കൺട്രോൾ ചെയ്യണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, അല്ലെ അവരെ തട്ടി സോറി പറയാനുള്ള അയാൾ പാളി നോക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾ സംസാരിച്ച ഒരു മനുഷ്യനും ചിലപ്പോൾ പറഞ്ഞു കാണത്തില്ല. ഞാൻ സംസാരിച്ച 100 കണക്കിന് ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഫേസ്ബുക്കിൽ മെസ്സേജോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, ഒരു സ്പേസ് പറയാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറയാൻ പറ്റാത്തത് മോബിന്റെ മെജോറിറ്റി എന്ന് പറഞ്ഞ സ്പേസിനെ പേടിച്ചിട്ടാണ്. അത് മനസ്സിലാക്കാതിരിക്കാനായിട്ട് നമ്മൾ അത്രയ്ക്ക് ബുദ്ധിശൂന്യരായ മനുഷ്യരൊന്നുമല്ല. വി ആർ ലിവിംഗ് ഇൻ ദിസ് കേരള. ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ബുദ്ധിശൂന്യരല്ല എന്നാ പറഞ്ഞത്. ആ ബുദ്ധിശൂന്യത കാണിക്കുന്നുണ്ടെങ്കിൽ അവർ പർപ്പസ്ഫുള്ളി അവരുടെ അജണ്ടയോട് കൂടി കാണിക്കുന്നതെന്ന് തന്നെ ഞാൻ പറയില്ല സാധാരണക്കാർ അങ്ങനെയാണെന്ന്. സാധാരണക്കാരുടെ വികാരം അവർ ചിലപ്പോൾ അത് അഡ്രസ് ചെയ്യുന്നത് എല്ലാവർക്കുള്ളിൽ ഈ സാധനമുണ്ട്. എല്ലാവർക്കുള്ളിൽ ഈ പറയുന്ന ടിക്ലിഷ് സാധനം അറിയാനും റിയാക്ട് ചെയ്യാനും അയാളെ കൊടുക്കാനും ആണെങ്കിൽ പല വഴികളുണ്ടായിരുന്നു. ബസ്സിൽ വെച്ച് റിയാക്ട് ചെയ്ത് പോലീസിനെ വിളിച്ച് അയാളെ ഡയറക്റ്റ് പോലീസിനെ ഏൽപ്പിക്കാമായിരുന്നു. പല വഴികളുണ്ടായിരുന്നു. ശരിക്കും ട്രെൻഡിനൊപ്പം നീയതാണ് ഷിംജിത എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഒരു 4 വീഡിയോ ഒരുമിച്ച് ട്രെൻഡ് ആയിട്ട് ഇത് വന്നപ്പോ ലാസ്റ്റ് വന്നതാണ് ഷിംജിത. ഞാൻ അതിനൊരു ആ ഒരു ഏരിയ ഷിംജിത യൂസ് ചെയ്തെന്നുള്ളതിനെ ഞാൻ ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ല, ഒരിക്കലും അതിന് നോന്ന് പറഞ്ഞിട്ടില്ല. ഷിംജിത ആ സ്പേസ് യൂസ് ചെയ്തു എന്നുള്ളത് വളരെ ക്ലിയർ, ഞാൻ സമ്മതിച്ചു. അതിന്റെ അർത്ഥം ദീപക് അത് ചെയ്തിട്ടില്ല എന്നല്ലല്ലോ. ദീപക് ചെയ്തിട്ടില്ല എന്ന് ഇത്ര ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാരോട് മാത്രമേ. ഷിംജിത ചെയ്ത ആക്ഷൻ ഒരാളുടെ മരണത്തിന് കാരണമായതുകൊണ്ട് അത് ഷിംജിത മാത്രം ചെയ്തതല്ല, അത് കണ്ട 27 ലക്ഷം പേരിന് മേലെയുള്ള ആൾക്കാരും അതിന് ഉത്തരവാദികളാണ്. ബിക്കോസ് ദേ വേർ ഏബിൾ ടു സീ ഇറ്റ്. അവർ റിപ്പോർട്ട് ചെയ്തില്ല, അവർ ബ്ലോക്ക് ചെയ്തില്ല, അവരൊന്നും ചെയ്തില്ല, അവർ ഷെയർ ചെയ്തു, അവർ എൻജോയ് ചെയ്തു. അത് ഒരു സ്ത്രീ എന്താണ് എൻജോയ് ചെയ്തത്? ഒരു സ്ത്രീ ഭയങ്കര ചിരിച്ചുകൊണ്ട് ഒരു പുരുഷന്റെ തട്ട് വാങ്ങിച്ചെടുക്കുന്നത്. അപ്പൊ എനിക്ക് ഇതുപോലത്തെ സ്ത്രീകളെ കിട്ടുമല്ലോ. സ്ത്രീകൾ അപ്രോച്ച് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു. സോഷ്യൽ മീഡിയ അതിനാണല്ലോ. ഒരു പെങ്കൊച്ച് കുറച്ച് ഡാൻസ് കളിച്ചാൽ ഷെയർ ചെയ്യുന്ന ആൾക്കാർ എന്നെ ഇവിടെ മുഴുവൻ. അപ്പൊ ആ മൈൻഡ് സെറ്റ് ഉള്ള മനുഷ്യന്മാര് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് നമുക്ക് ഓരോ വ്യക്തികളടുത്ത് പോയിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പറയാൻ പറ്റില്ല. ഇതേ സാധനം ഷിംജിതയുടെ കാര്യത്തിലും ഇതുപോലൊരു വീഡിയോ ചേച്ചി കണ്ടാൽ ചേച്ചി ഷെയർ ചെയ്യില്ലേ? ഇല്ല,
ചെയ്യില്ല. ഇല്ല. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനത്തെ പരിപാടികൾ ഒരു പരിപാടിക്കും ഞാൻ അനാവശ്യം എന്റെ വെറുതെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്, ഞങ്ങൾ ചെയ്യും. I don't use that social media for spread another thing which I'm not, എനിക്ക് കൺഫേം അല്ലാത്തതും എനിക്ക് ഉറപ്പില്ലാത്തതുമായ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാൻ പോകത്തില്ല. ഇന്ന് വരെ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. അതെന്റെ ഏത് മറ്റേ സോഷ്യൽ മീഡിയ ഐഡിയ എടുത്ത് നോക്കിയാലും കാണാം. ഞാൻ സ്ഥിരമായി എഴുതുന്ന ഒരാളായിരുന്നു. പിന്നെ എനിക്ക് എന്റേതായ സ്പേസ് വേണ്ടുകൊണ്ടാണ് ഞാൻ മാറുന്നത്. ഞാൻ സ്ഥിരമായി എഴുതിക്കൊണ്ടിരുന്നത് ഇതേ പറയുന്ന സോഷ്യൽ പൊളിറ്റിക്കൽ സ്പേസുകളെ കുറിച്ച് തന്നെയായിരുന്നു. ഞാൻ ഇടപെട്ടിട്ടുള്ള സ്പേസുകളെ കുറിച്ചായിരുന്നു. ഞാൻ ഈ പറഞ്ഞ സ്ത്രീകളെ കുറിച്ചായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. എന്റെ ജീവിതത്തിലൂടെ പോയി വന്നിട്ടുള്ള സ്ത്രീകൾ, അവരെ കുറിച്ച് നെഗറ്റീവായിട്ട് തന്നെയായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അല്ലാതെ പുരുഷ വിരോധിയോ അല്ല, പുരുഷനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ. സോ വെൻ യു ജസ്റ്റ് സ്ക്രീൻ മീ, വെൻ യു അണ്ടർസ്റ്റാൻഡ് മീ, ആൾക്കാർ പറയാൻ എന്നെ അറിയില്ലെന്ന്. ഞാൻ 10 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്പേസുകളും അങ്ങനെയാണ്. ഇൻ ബിറ്റ്വീൻ മാത്തുക്കുട്ടി ചർച്ചയിൽ വന്നിട്ട് പോയതും അമ്മുനെ ഞാനും കൂടെ മറ്റേ ലൈക്ക് എന്തായിരുന്നു കുട്ടികളെ പേരന്റിങ്ങിനെ കുറിച്ച്, സിംഗിൾ പേരന്റിങ്ങിനെ കുറിച്ചുള്ള ഒരു സ്പേസ്, ഇതൊക്കെ ഞാൻ അഡ്രസ്സ് ചെയ്തതാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ അഡ്രസ്സ് ചെയ്യും. അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു ചർച്ചയ്ക്കോ അതിനുവേണ്ടി പ്രഷർ ചെയ്തിട്ട് ഒരു സ്പേസിലേക്കൊന്നും പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളും അല്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ? എനിക്കൊരു കുട്ടിയുണ്ട്. ആ വ്യക്തിയുമായിട്ട് എനിക്ക് വളരെ കുറച്ച് നാളത്തെ റിലേഷൻഷിപ്പേ ഉള്ളായിരുന്നു. എൻ്റെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടീനെ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ബ്രേക്കപ്പ് ആയിരുന്ന ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, തിരിച്ചു വന്ന് എൻ്റെ കൂടെ നാട്ടിൽ നിൽക്കുമോ, ഐ നീഡ് എ ഹെൽപ്പ്, അത് ബയോളജിക്കൽ സ്പേസിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് എനിക്ക് ലീഗൽ ഫോർമാലിറ്റി ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അയാൾ തിരിച്ചു വരാൻ വേണ്ടി. അതിനുള്ള വേറെ റീസൺസും ഉണ്ടാവും. അപ്പോൾ ആ വ്യക്തി തിരിച്ചു വന്നു നിന്നു. അമ്മന് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, 1 വയസ്സായി കഴിഞ്ഞപ്പോൾ പുള്ളി തിരിച്ചുപോയി. ഇപ്പോഴും അതായത് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റാത്തൊരു സ്പേസിൽ അയാൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ അയാൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാണ്ട് ഞാൻ അയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടോ അയാളുടെ അടുത്ത് മത്സരിക്കാൻ പോയിട്ടോ പൈസ വാങ്ങിച്ചോ അയാളുടെ നോക്കിയിട്ടൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത്. അമ്മ പേഴ്സൺ ആൻഡ് ഐ ഗോട്ട് എ ബേബി, ഇറ്റ് വാസ് മൈ ഡിസിഷൻ. ഞാൻ അതിനെ നോക്കുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെയാണ് ആ കുട്ടി വളരുന്നത്. എനിക്ക് കുറച്ച് സമയത്തൊക്കെ അവളെ സ്കൂളിൽ വിടാൻ പറ്റത്തുള്ളായിരിക്കും. സോ ഐ എം വർക്കിംഗ് അറൗണ്ട് ആൻഡ് വർക്കിംഗ്. അപ്പൊ എനിക്കിതിനകത്ത് ഞാൻ ഒരു മനുഷ്യനെ മനഃപൂർവ്വം ഹാം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടല്ല ഒരു കാര്യം പറയുന്നത്. എനിക്ക് വളരെ വ്യക്തമായ ധാരണ. ഞാൻ ഹസ്ബൻഡ് ഇപ്പൊ കല്യാണം കഴിഞ്ഞതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഹസ്ബൻഡിനെ റിലേറ്റ് ചെയ്തൊരു ചോദ്യം ചോദിക്കാനായിരുന്നു. ചോദിച്ചോ? ഹസ്ബൻഡിനെ വേണ്ട, റിലേഷൻഷിപ്പുകളെ റിലേഷൻ അല്ലെങ്കിൽ ഇപ്പോ ഐശ്വര്യയുടെ ഫാദർ ഇതുപോലൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്, അറിയാതെയോ അറിഞ്ഞോണ്ടോ കൈയൊന്ന് ആരുടെങ്കിലും പുറത്ത് തട്ടി, ഇതുപോലൊരു വീഡിയോ കുട്ടി എടുക്കുകയും ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. എന്ത് ചെയ്യും ഐശ്വര്യ? എന്റെ അച്ഛനാണ് ഇൻ റിയാലിറ്റിയിൽ ചോദിക്കുന്നത്. ഈ ഷിംജിയുടെ അല്ല ദീപകിന്റെ സ്ഥാനത്ത് അച്ഛനാണെന്ന് വിചാരിച്ചോ? എന്റെ അച്ഛനാണെന്നാണ് പറയുന്നത്. ഭയങ്കര സെൻസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും. പക്ഷെ എന്റെ അച്ഛൻ ഒരു അബ്യൂസറാണ്. ഞാൻ അയക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ റിലവന്റ് അല്ലാണ്ടായിപ്പോ. മനസ്സിലായോ? എന്റെ അച്ഛൻ അങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കെതിരെ സാക്ഷിയും പറയും, അയാളെ അകത്താക്കുകയും ചെയ്യും, അയക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യും. ഞാൻ എന്റെ അച്ഛൻ്റെ എതിരെ 28 പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അബ്യൂസിന്. നിങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാണ് പറഞ്ഞു കൊടുക്കാനായിട്ട്. നിങ്ങളുടെ ഭർത്താവ് അത് ചെയ്യുമ്പോഴോ, നിങ്ങളുടെ കുട്ടി സ്വന്തം എന്റെ അച്ഛനായാലും എന്റെ അനിയനായാലും ശരി ഷിംജിതയുടെ സ്ഥലത്താണെങ്കിൽ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഇമോഷണൽ സാധനം വന്ന് പിടിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകളുടെ അടുക്കൽ അനാവശ്യമായിട്ട് ഇടപെടുന്ന അത് ആരായാലും, അത് പുരുഷന്റെ അടുക്കലാണെങ്കിലും അതിന്റെ ആവശ്യമില്ല. ഒരു പുരുഷനെ കയറി പിടിക്കുമ്പോൾ അയാൾ മാറി നിൽക്കാറില്ല ട്രെയിനിൽ നിന്ന്. നിങ്ങളുടെ വീട് അപ്പോ ദീപികന്റെ സ്ഥാനത്ത് ചേച്ചിയുടെ അച്ഛനാണ് ഇപ്പൊ ഇതുപോലെ ആണെങ്കിൽ ചേച്ചി ഷിംജിതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോ ആ ചേച്ചിക്ക് വീട്ടിലെ ഇമോഷൻസ് ഒന്നും കാര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ വിഷമം അല്ലെങ്കിൽ അമ്മയുടെ വിഷമം ഇമോഷൻ ഉറപ്പായിട്ടും അല്ല. എന്റെ വീട്ടിൽ മാത്രം ഇമോഷൻ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ. അപ്പൊ നിങ്ങൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻ മാത്രം നോക്കുന്ന എന്താ? ആളുടെ ഇമോഷനെ ഞാൻ ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല. ഞാൻ അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത് പോസിബിലിറ്റി ആൻഡ് മോബ് വയലൻസിനെ കുറിച്ച്. ചേച്ചി ആദ്യം വന്നപ്പോ പറഞ്ഞത് തന്നെ ഷിംജിതയ്ക്ക് 2 കുട്ടികളുണ്ട്. അത് ഞാൻ ഇന്നലെ അറിഞ്ഞ കാര്യത്തെ ഞാൻ വളരെ റിഫ്രഷ് ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞു. എനിക്ക് അത് ഇതുപോലും അറിയാതാണ് ഞാൻ ഇത്രയും ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ രാത്രിയിൽ എനിക്കൊരു കാര്യം അറിയാൻ പറ്റി. അവരുടെ വീടും അവരുടെ സ്പേസിനെ കുറിച്ചുള്ള ഒരു വിവരം കിട്ടിയപ്പോൾ ഐ വാസ് സോ ഷോക്ക്ഡ്. ആ കുട്ടിക്ക് 2 കുട്ടികളുണ്ടെന്നും അവരുടെ ഭർത്താവ് ഇവരുമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കുകയാണെന്ന് ഈ പറയുന്ന അലിഗേഷനും സാമൂഹ്യ മാധ്യമം ഉണ്ടാക്കുന്ന ഈ പറയുന്ന അവർ സെപ്പറേറ്റഡ് ആണ്, അവർ ചീത്ത സ്ത്രീയാണ്, അവരെ കൊണ്ട് കൊള്ളില്ല, ഈ സാധനമൊന്നും ഞാൻ അവരുടെ നാട്ടിൽ നിന്ന് കേട്ടില്ല. ഐ ഷുഡ് എൻക്വയർ. ലൈക്ക് ദ സെയിം സാധനം ഞാൻ ദീപകിന്റെ കാര്യത്തിലും ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും വേറെയാണ്. ഐ എം നോട്ട് റെഡി ടു സേ എനിത്തിങ് നൗ. എല്ലാവർക്കും അറിയാം, അവർക്ക് അറിയാവുന്നവരും അവരുടെ വീട്ടുകാർക്കും അറിയാം, അയാളുടെ ഭാര്യയ്ക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ. ഇതൊന്നും ഞാനായിട്ട് പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമോ ദീപകിനെ മനഃപൂർവ്വം തേജോവധം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. മനഃപൂർവ്വം ഒരാൾ റിമാൻഡ് ചെയ്യപ്പെട്ടു, അയാൾ അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ഞാൻ അതിനെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞോ ഗവൺമെന്റ് ചെയ്തത് തെറ്റാണ്, ശ്രീ ഷിംജിതനെ മോചിപ്പിക്കണമെന്ന് ഞാൻ അവകാശപ്പെട്ടില്ല. പക്ഷെ ദീപക് അത് ചെയ്തതാണെന്ന് ഞാൻ എപ്പോഴും പറയും. അത് അങ്ങനെ തന്നെ ഞാൻ പറയും. മരിച്ച ആളെ കുറിച്ച് വീണ്ടും എന്റെ അമ്മ മരിച്ചതാണ്. എന്റെ അമ്മ എന്റെ അടുക്കൽ എന്തെങ്കിലും ചീത്തയായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, അമ്മ അത് ചെയ്തത് മോശമായിപ്പോയി. പക്ഷെ എന്നിരുന്നാലും അമ്മയ്ക്ക് നല്ല സൈഡുകളുണ്ട്. അതെനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. മരിച്ച ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെ കുറിച്ച് നമ്മൾ നല്ലത് പറയും? ഇല്ല. മരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും അയ്യോ നല്ലൊരു മനുഷ്യനാണ്. തലേദിവസത്തിന്റെ ചീത്ത വിളിക്കുന്നതായിരിക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നിട്ട് മരിച്ചു പോകുമ്പോൾ തന്നെ പറയാം അയ്യോ നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലേ, എന്തോരം
ഒരു സാധനമല്ലേ ഇന്നലെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത്, എന്നാലും മരിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പാടില്ല. ഇത് മനുഷ്യ സഹജമാണ്. ഇതിൽ ഈ ഇമോഷൻ ഒന്നും വെച്ചിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യത്തെ അതിന്റെ ഇടയിൽ വേറെ എന്താ പറയുന്നത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കി അതിനെ മിസ്ലീഡ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം. അപ്പൊ ഇമോഷൻസ് ഇല്ലാത്ത ഒരു ലേഡിയാണോ? ശരിയാ, ഞാൻ ഇമോഷണൽ ഇല്ലാത്ത ലേഡിയാണ്. ഞാൻ ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ എന്നെ വീട്ടിലെ കരഞ്ഞു എന്നായിരുന്നു വിളിച്ചോണ്ടത്. ഞാൻ അപ്പൊ തന്നെ അപ്പൊ ഇമോഷൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ദീപകിന്റെ സ്ഥലത്ത് അച്ഛനാണെങ്കിൽ അച്ഛനെ രക്ഷിക്കാനല്ലേ നോക്കത്തില്ല. ഞാൻ അത്ര എന്റെ ഇമോഷൻസ് പാർഷ്യൽ അല്ല. ഇമോഷൻസ് പാർഷ്യൽ ആവുന്ന സമയത്ത് അവിടെ ജസ്റ്റിസ് ഒരിക്കലും ഉണ്ടാവത്തില്ല. അതിന് കാലങ്ങളെടുത്തു എനിക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് ഇമോഷണലി സ്റ്റേബിൾ ആയിട്ട് മെച്യൂർഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി. ഞാനൊരു സൊസൈറ്റിയിൽ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് കാര്യം പറയുമ്പോൾ അതൊരു പ്രീച്ച് ആയി പോകരുത്. അതിന് കുറച്ച് ഡെപ്ത് ഉണ്ടാവണം, അതിന് കുറച്ച് സിൻസിയറിറ്റി ഉണ്ടാവണം. ഇന്നലെ വരെ നീ എന്ത് ചെയ്തോ, ഇന്നലെ വരെ നീ എന്ത് അനുഭവിച്ചോ, അതിനപ്പുറത്തേക്ക് ഇന്ന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും ഒരു പാസ്റ്റ് ഉണ്ട്, എല്ലാ ഫിലോസഫർക്കും ഉണ്ട്, എല്ലാ പൊളിറ്റീഷ്യൻസിനും ഉണ്ട്, എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് ഇവിടെ ഉള്ളത്. ആ പാസ്റ്റിനപ്പുറത്തേക്ക് ഇന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്ന് എല്ലാവരും നോക്കാറുണ്ട്. ഞാൻ പറയുന്ന ആളെ ഷിംജിത ഇറങ്ങി വരുമ്പോൾ ഷിംജിയുടെ സ്പേസ് വൃത്തിയായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ എനിക്കതിനകത്ത് ഷിംജിതനെ മോചിപ്പിക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ പറ്റില്ല. കാരണം അവിടെ ഇരിക്കുന്ന യൂണിഫോം ഇട്ട ആൾക്കാരും മനുഷ്യന്മാരാണെന്നും ഈ ജനവികാരത്തിന്റെ ഒരു തെളിച്ചം മാത്രമേ അവർക്ക് അതിനെ റിഫ്ലക്ട് ചെയ്യാനും, കാരണം ഒരു പ്രാവശ്യം തലയിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നതൊക്കെ അബദ്ധമായിട്ട് അവളുടെ ഫേസ് മാത്രമേ കാണൂ. ഞാൻ ആദ്യം ആ കുട്ടിയുടെ ഫേസ് കണ്ടില്ല. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഞാൻ ആ മൂവ്മെന്റ് മാത്രമേ കണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ ഫേസ് നോക്കിയപ്പോൾ ഞാൻ അന്നപ്പോഴും ഞാൻ എല്ലാവരും പറയുന്നു ഐ ഫെൽ ലൈക്ക് സില്ലി. ഷീ വാസ് ലൈക്ക് അത്ര എഡ്യൂക്കേറ്റഡ് ആയി ഗ്രൗണ്ടഡ് ആയിട്ട് ഒരു പെൺകുട്ടി, 2 കുട്ടികളെയൊക്കെ വളർത്തുന്നതെന്ന് പറയുന്നു. അതൊക്കെ കൂടെ കേട്ടപ്പോൾ അവരിങ്ങനെ ചെയ്യണമെങ്കിൽ അവരത് അനുഭവിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. റീച്ചിന് വേണ്ടി ആർക്കും എന്തും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തരം താന്ന ഒരു സ്ത്രീനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു സ്ത്രീ ബസ്സിൽ കയറിയെടുത്ത് വീഡിയോ അവരുടെ ബ്രസ്റ്റ് തട്ടിച്ച് മനഃപൂർവ്വം വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കുന്ന ഒരു സ്ത്രീനെ ഞാൻ കണ്ടിട്ടില്ല. പലരും പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ കേരള സമൂഹത്തിൽ ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റി നിൽക്കുന്ന ഒരാൾ മനഃപൂർവ്വം ചെയ്യില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അവർക്ക് അതിനോടുള്ള റെസ്പെക്ട് ഉണ്ട്, അവരുടെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർക്കും അതിന്റെ റെസ്പെക്ട് ഉണ്ട്. അതിനെ അങ്ങനെ ഒന്ന് അഡ്രസ്സ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് പല വിരോധങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഒരു മതത്തെക്കുറിച്ചോ വിശ്വാസങ്ങളത്തെ അല്ലെങ്കിൽ ഇവരുടെ രീതികളെ കുറിച്ചോ ഒക്കെ. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവരതിനെ ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട രീതിയിൽ, ഈ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഉറപ്പാണ് ഷിംജിത വിൽ നെവർ ഡു ദാറ്റ്. ഷിംജിതയ്ക്ക് ഭയങ്കര പേടിയുണ്ട്. അവർ തിരിച്ചു പോയി ജീവിക്കേണ്ടത് ഈ നാട്ടിലോട്ടാണ്. അവരുടെ 2 കുട്ടികളാണ്. അവരെന്താണ് കാണിക്കുന്നത്? ഞാൻ മനഃപൂർവ്വം ഒരുത്തനെ അവർക്ക് എന്ത് കിട്ടും ആ ഒരു വീഡിയോ കൊണ്ട്? ഷീ മെയ്ഡ് മണി? നോ. ഈ മൊത്തം സോഷ്യൽ മീഡിയയും മൊത്തം ആൾക്കാർ മീഡിയ സഹിതം പൈസ ഉണ്ടാക്കുന്ന ഈ ഒരൊറ്റ വീഡിയോ ഉണ്ട്. ആരും പൈസ മോഹിച്ചിട്ടൊന്നും അല്ലല്ലോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നതോ അല്ലെങ്കിൽ കണ്ടന്റ് ചെയ്യുന്നതോ പൈസ മോഹിച്ചിട്ടല്ല. റീച്ചും പൈസയും വൃത്തിയായിട്ട് റീച്ച് എന്തിനാണ്? ജസ്റ്റ് ടു ഗെറ്റ് എ പബ്ലിസിറ്റി. അൺനോൺ ആൾക്കാരുടെ കയ്യിൽ അല്ല. അത് മാത്രമല്ല, there are a lot of deep intentions behind all this things. ഒരുപാട് ആൾക്കാർക്ക് ഓരോ രീതിയിൽ നമുക്ക് ഇങ്ങനെയാണിത്, ഇങ്ങനെ പോകണം, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും നമ്മളെ കയറി പിടിക്കുന്ന സമയത്ത് ഒരാൾ അറ്റാക്ക് ചെയ്യണം ഫിസിക്കലി. യു ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ ടു ഫൈറ്റ് ബാക്ക്. നീ ഫൈറ്റ് ബാക്ക് ചെയ്യുമ്പോൾ അയാൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അയാൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ വ്യക്തി എന്ന് വിചാരിച്ചു, എല്ലാവരും അങ്ങനെയാണെന്നല്ല, ആ വ്യക്തി, ആ പർട്ടിക്കുലർ വ്യക്തി ഗീവ് അപ്പ് ചെയ്യുന്നു, പുട്ടിങ് ദർ ഷെയിൽ ഡൗൺ ആൻഡ് ജസ്റ്റ് ലെറ്റിംഗ് ഇറ്റ് ഹാപ്പൻ. എന്നിട്ട് അവർ അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇത് അഡ്രസ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം അവർ സമ്മതിച്ചു കൊടുത്തു, അതോ അവർ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു? എന്താ അതിന്? അല്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ചോദിക്കും, എന്താണ് അവർ ജീവൻ രക്ഷപ്പെടുത്താൻ? അപ്പൊ ആക്ഷൻസ് എപ്പം ആ സിറ്റുവേഷനിൽ ഉണ്ടാകണമെന്ന്, ഇങ്ങനെ നടക്കണമെന്ന് നമുക്ക് ഒരാൾക്കും വളരെ കോൺക്രീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല, ഷിംജിത എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഷിംജിത ശ്രമിച്ചതാണ്. ഷിംജിത കേസ് കൊടുക്കാൻ ഇറങ്ങിയ ദിവസമാണ് ഈ ന്യൂസ് വരുന്നത്. ഷി വാസ് ഓൺ ദ വേ. ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് അത് ഒരാൾ മാത്രമായിട്ടാണ് കള്ളം പറയാന്ന് പറയാം, ബാക്കി എല്ലാവരും ഇതേ കാര്യം പറയുന്നത് അവരവിടുന്ന് കേസ് കൊടുക്കാൻ ഇറങ്ങിയതെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കാൻ ഇറങ്ങിയതാണ്. അതിനുശേഷമാണ് ഇയാളുടെ ന്യൂസ് വരുന്നതും ഇയാളുടെ അനിയൻ അവരെ വിളിക്കുന്നതും പറയുന്നത് ദർ ഇസ് സംതിങ് ഹാപ്പൻ, അത് കൊടുത്തിട്ട് കാര്യമില്ല, ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയ അബ്യൂസ് സഹിക്കാൻ വയ്യാതാണ് ഇവർ കേസ് കൊടുക്കാൻ തീരുമാനിച്ചത്. അല്ലല്ല, അതിന് പോത്തില്ലായിരുന്നു. റീച്ച് ഉണ്ടാകുന്ന ഒരാളുടെ ബ്രസ്റ്റിൽ തട്ടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോ കൊടുത്താൽ എന്ത് റീച്ചാണ് അവർക്ക് ഉണ്ടാകുന്നത്? നെഗറ്റീവ് പബ്ലിസിറ്റി. ആൻഡ് ഷീ ഈസ് വെയറിംഗ് തട്ടം ആൻഡ് പീപ്പിൾ വിൽ അബ്യൂസ് ദർ കമ്മ്യൂണിറ്റി ആൻഡ് ഹ്യൂമിലിയേറ്റ് ഹർ. അവളുടെ കുട്ടികളെ ഹ്യൂമിലിയേറ്റ് ചെയ്യും, ഭർത്താവിനെ ഹ്യൂമിലിയേറ്റ് ചെയ്യും. അവർക്ക് അവിടെ ദീനിയായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, അല്ലാണ്ട് അവർ അങ്ങനത്തെ ഒരു സ്പേസിന് പൊളിറ്റിക്കലി ഭയങ്കര റിബലായിട്ട് ജീവിക്കുന്ന ഫാമിലി അല്ല. ആ ഫാമിലിക്ക് അവരെക്കുറിച്ച് നല്ലത് പറയാനുണ്ടെങ്കിൽ, അവരുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അവരെക്കുറിച്ച് നല്ലത് പറയാനുണ്ടെങ്കിൽ, വളരെ ആക്റ്റീവായിട്ട് വളരെ ഹൈപ്പർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളെ എന്തായാലും ഈ സമൂഹത്തിന് മൊത്തത്തിൽ ഡീൽ ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നും ഇല്ല. അത് എനിക്ക് നന്നായിട്ട് അറിയാം, എന്റെ കുഞ്ഞിന് നന്നായിട്ട്. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നല്ലത് പറയുന്ന കുട്ടി എപ്പോഴും നല്ലതായിരിക്കണം എന്നൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല. അത് തന്നെയാണ് ദീപകിന്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഈ ഡയലോഗ് നിങ്ങൾ അപ്പുറത്തും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്.
നാട്ടുകാർക്കും വീട്ടുകാർക്കും നല്ലവരായുള്ള കുട്ടികൾ എല്ലാവർക്കും നല്ലതാണെന്ന് ഒരു നിർബന്ധം. മരിച്ചതാണോ തെറ്റ്, അതോ തൊട്ടതാണോ പ്രശ്നം? അത് തൊട്ടതാണോ പ്രശ്നം, അതോ മരിച്ചതാണോ പ്രശ്നം? ഒരു കൊച്ചുകുട്ടി ചോദിക്കും, ഇത് തൊട്ടത് തെറ്റാണ്, മരിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. ഇത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ, തൊട്ടത് തെറ്റാണ്, മരിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. ഇത് വളരെ സിമ്പിൾ ലോജിക്ക്, ഏത് കുട്ടിക്ക് മനസ്സിലാവുന്ന ഒരു സാധനമാണ്. എന്നിട്ട് ഇത്രയും നേരത്തെ പറഞ്ഞ റീച്ചിന് വേണ്ടിയിട്ട് പലതും ചെയ്യാൻ പറ്റും. ഓഫ്കോഴ്സ് റീച്ചിന് വേണ്ടിയിട്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ. ഇപ്പോ ഐശ്വര്യ ഒരു ടീച്ചർ ആയിരുന്നു എന്ന് പറഞ്ഞു, ഒരു ആർട്ടിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്, അല്ലെങ്കിൽ പഠിച്ച ഒരാളാണെന്ന് പറഞ്ഞു. ഞാൻ ആർട്ടിസ്റ്റ് ആണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാണ്. ഐ എം എ തിയേറ്റർ പേഴ്സൺ, ഐ എം ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഡു ദാറ്റ് ഡെയിലി. ആർട്ടിസ്റ്റിന് മാറാൻ പറ്റത്തില്ല, ആർട്ടിസ്റ്റ് എപ്പോഴും ആർട്ടിസ്റ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ എന്തിനാ ഇപ്പോ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഓരോ വിഷയം നടക്കുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ വന്നിരുന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? ഞാൻ ആരെയും വിളിച്ചിട്ട് പറഞ്ഞിട്ടില്ല, ആരെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കണമെന്ന്. വെൻ പീപ്പിൾ കോൾ മീ ആൻഡ് ദേ അഡ്രസ് വാട്ട് ഐ എം സേയിങ്, അവർക്ക് തോന്നുവാണ് ഞാൻ പറയുന്നതിൽ എന്തോ വ്യത്യസ്തമുണ്ട്, റിലവന്റ് ആണെന്ന് തോന്നിയിട്ടായിരിക്കും അവരെന്നെ വിളിക്കുന്നത്. ഞാൻ സംസാരിക്കാൻ എന്തിനാ പോകുന്നത്? അപ്പോ എനിക്ക് പറയാനുള്ളതുകൊണ്ട് ഞാൻ പോകുന്നു, ഞാൻ പറയണ്ടേ? അതെന്തൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, ഒരാളോട് ചോദിക്കുക നിങ്ങൾ എന്തിനാ പോയിരുന്നു സംസാരിക്കുന്നത്? ഞാൻ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. എനിക്ക് 3-4 പ്രാവശ്യം അടിയും കിട്ടി, പോലീസ് അറസ്റ്റ് ചെയ്ത്. ഇതേ പ്രൊട്ടസ്റ്റിലെ എനിക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കാനായിരുന്നു ഈ ഹാഫ് നേക്കഡ് പ്രൊട്ടസ്റ്റ് നടന്ന സമയത്ത്, UP-യിൽ 2 പെൺകുട്ടികളെ റേപ്പ് ചെയ്ത സമയത്ത് ഈ പറയുന്ന നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷന്റെ അവിടെ ഞങ്ങൾ 6 സ്ത്രീകളേ ഉള്ളൂ അതിനുവേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 6 സ്ത്രീകളിൽ ഒരാൾ ഞാനുമായിരുന്നു ഹാഫ് നേക്കഡ് പ്രൊട്ടസ്റ്റ് ചെയ്ത സമയത്ത്. ആ സമയത്ത് ഞാൻ ഒരു സംഘടനയുടെയും ഭാഗമല്ല, ഞാൻ പഠിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഇതേപോലെ ആക്റ്റീവായി നിൽക്കുന്നവരുടെ കൂടെ താമസിക്കുന്നു. ഞാൻ അതിന് പോയി, അതിന്റെ പേരിൽ എനിക്ക് കുറെ ഹ്യൂമിലിയേഷൻ ഉണ്ടായിട്ടുണ്ട്. ഐ ഡിഡ്ന്റ് കെയർ. അത് കഴിഞ്ഞ് 12 ലക്ഷം രൂപയോളം മുടക്കി എൻ്റെ കയ്യിലുള്ള മൊത്തം പൈസ വിറ്റ് ഞാൻ കൊണ്ട് കാഡ്ബറിക്കെതിരെ കേസ് കൊടുത്തു. ഒന്നും നടന്നില്ല. ഞാൻ നടക്കാത്ത ഒരു സ്പേസില്ല, ഞാൻ പോയ എല്ലാ സ്പേസിലും അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പോയ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ 15 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു, അതിനെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. അതിനർത്ഥം എല്ലാ കാര്യത്തിലും റീച്ചിന് വേണ്ടിയാണെന്ന് ഞങ്ങൾ പറഞ്ഞാലോ? ഞാനോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. എനിക്കെന്ത് റീച്ചിന്റെ ആവശ്യം? ഞാൻ നേരത്തെ റീച്ച് ആയതാണ്. ഞാൻ 5 പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ചാനലിലൊക്കെ. അന്ന് റീച്ച് ഉണ്ടാക്കണമെങ്കിൽ അതായിരുന്നു. അതിനുശേഷം ശ്രീകണ്ഠൻ നായർ ചർച്ചയിൽ വൈറലായ സമയത്തും മറ്റേ ന്യൂസ് പേപ്പറിൽ ലിവിംഗ് ടുഗദർ ഈസ് നോട്ട് എ ടാബു. ഇഫ് ഐ വാണ്ടഡ് ടു പബ്ലിഷ് ആൻഡ് മേക്ക് എ റീച്ച്, ഐ കുഡ് ഹാവ് ഡൺ ഇറ്റ് ലോങ് ബാക്ക്. അതാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ. അതിനുശേഷം ഞാൻ ചർച്ചയിൽ വന്നിട്ടുണ്ട്, ഞാൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആകെ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞത് വോയിസ് രജിസ്റ്റർ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ത്രീയുടെ. ഒരു മനുഷ്യനും എൻ്റെ ജസ്റ്റേഴ്സ് ഇഷ്ടമല്ല, എൻ്റെ രീതികളും ഇഷ്ടമല്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് നോർമൽ ഫോർ ദ പബ്ലിക്, ഇറ്റ്സ് നോട്ട് നോർമൽ ഫോർ എ വുമൺ ടു പേഴ്സൺ ലൈക്ക് ദിസ്. അല്ല, ഞാനൊരു വ്യക്തിയാണ്, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് പറയാനുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ എന്തിന് നിങ്ങൾ പറയുന്നു റീച്ചിനാണെന്ന് പറയുവാണെങ്കിൽ ഞാൻ പറയും പ്രധാനമന്ത്രി സഹിതം താഴോട്ടുള്ള എല്ലാ ആൾക്കാരും റീച്ചിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യും, പോയി വോട്ട് ചെയ്യുന്ന ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്ക് കൺവിൻസ്ഡ് ആണെങ്കിലും ഞാൻ വോട്ട് ചെയ്യത്തുള്ളൂ. അത്രയും ക്ലിയർ ആണ് എനിക്ക് അത്രയും ചെയ്യാൻ പറ്റത്തില്ല. അത് ഏത് പാർട്ടിയാണെന്നില്ല, ചിലപ്പോൾ ആ വ്യക്തിയിൽ ഞാൻ കൺവിൻസ്ഡ് ആണ്, ഞാൻ ചിലപ്പം ചെയ്തിരിക്കും. അന്നപ്പം ഞാൻ അത് ആലോചിക്കില്ല. എല്ലാ പാർട്ടികളുടെ എല്ലാ സാധനവും ഞാൻ അംഗീകരിക്കുന്നു അല്ല അതിൻ്റെ അർത്ഥം. സോ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എന്തിനാ പോയി പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പോയി പറയും, ഇനിയും ഞാൻ പറയും, ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലിരുന്നെങ്കിലും പറയും, പറയാതിരിക്കത്തില്ല ഞാൻ. അത് മീഡിയയ്ക്ക് മുമ്പിൽ വരുന്നത് മീഡിയ അതിനെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായതുകൊണ്ടും എനിക്ക് വാല്യൂ തരുന്നത് കൊണ്ടുമാണ്. അല്ലാതെ വഴി നിൽക്കുന്ന ഒരാളെ വിളിച്ചോണ്ട് വന്ന് മീഡിയയിൽ ഇരുത്തുന്നതല്ല. ശ്രീകണ്ഠൻ നായർ ഒക്കെയാണ്, SK ഒക്കെയാണ് എന്നെ കുഞ്ഞിലെ മുതൽ കാണുന്ന ആൾക്കാർ. ആൻഡ് ഐ ഡോണ്ട് ഹാവ് എനി ഡൗട്ട്. അവരെന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദേ നോ ദാറ്റ് ഐ വിൽ റെസ്പോണ്ട്. പിന്നെ അത് ഉപയോഗിക്കുന്ന ഓരോ രീതിയാണ് മനുഷ്യന്മാരുടെ. അതിന്റെ പെർസ്പെക്റ്റീവ്. ഞാൻ ശ്രീലക്ഷ്മി അറക്കലിന്റെ കൂടെയാണ്, രാഹുൽ ഈശ്വറിന്റെയും കൂടെയാണ്. പക്ഷെ അത് വേറെ സ്പേസിലാണ്. ഈ രാഷ്ട്രീയം പറഞ്ഞ് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സ്പേസിൽ എനിക്ക് രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ രാഹുലിനോട് എനിക്ക് എന്തിനാ എതിർപ്പുള്ളത്? ഞാനൊരു കോമ്പറ്റീഷൻ വിചാരിച്ചിട്ടില്ല. കേസ് വന്ന് ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്ന ഐശ്വര്യ എന്തുകൊണ്ട് മുമ്പ് ഇതുപോലൊരു കേസ് വന്നപ്പോ മറ്റേ കഷായം ഗ്രീഷ്മയെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു വിഷയത്തിൽ സംസാരിച്ചില്ല? അത് എന്റെ ഏരിയ അല്ല ഇത്. അപ്പോ ഐശ്വര്യയുടെ ഏരിയ എന്റെ ഏരിയയാണ്. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മോബ് വയലൻസ് ഉണ്ടാകുക എന്ന് പറയുന്നത് നല്ലതല്ലെന്നേ ഞാൻ പറയുന്നത്. ഒരു മോബ് തീരുമാനങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി എടുക്കുന്നത് നല്ലതല്ലെന്നേ ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നത് ശരിയാണോ? എന്നും പുരുഷന്മാർ മാത്രമാണോ തെറ്റുകാര്? ഞാൻ അതിനു മുമ്പ് എല്ലാം അഡ്രസ് ചെയ്തിട്ടുണ്ട്. പുരുഷന്മാർക്ക് വേണ്ടി അങ്ങനെ അഡ്രസ് ചെയ്ത് ഇതേപോലൊരു മോബിന്റെ സ്പേസ് ഉണ്ടാകുകയാണ്, മോബ് വയലൻസ് ഉണ്ടായി ഒരാൾ മരിക്കപ്പെടുകയാണെന്നുള്ള സ്പേസിൽ എനിക്ക് അഡ്രസ് ചെയ്യേണ്ടി വരും. ഗ്രീഷ്മയുടെ കേസിൽ എന്തുകൊണ്ടത്? ഗ്രീഷ്മയുടെ കേസിൽ എനിക്ക് അതിനകത്ത് കൃത്യമായ ഒരു സാധനം എടുക്കാനോ അതിനെ റെഫർ ചെയ്യാനോ പഠിക്കാനോ ഉള്ള ഒരു സ്പേസോ സാഹചര്യം ഇല്ലായിരുന്നു. ഞാൻ ആഹാരത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു ഡെയിലി. എനിക്കൊരു നേരത്തെ ആഹാരം ചിലപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേറെ ആളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാനില്ല. സോ ഐ നീഡ് ടു വർക്ക്, ഐ ഹാവ് ടു ഷിഫ്റ്റ് മൈ ജോബ്. എൻ്റെ ഈ ആറ്റിറ്റ്യൂഡും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ടും ചിലപ്പോൾ എനിക്ക് ഒരിടത്ത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നില്ല. അതങ്ങനെ തന്നെയാണ്. അത് ആരും ഞാൻ കുറ്റം പറയത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് മൈ ആറ്റിറ്റ്യൂഡ്. ഐ വിൽ റെസ്പോണ്ട്. ഐ കാൺ ടേക്ക് ഡൊമിനേഷൻ അല്ലെ ഹിപ്പോക്രസിയോ പവർ പ്ലേയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ പൊസിഷൻസിനെ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം ഗവൺമെന്റ് ആണെങ്കിലും ശരി, എവിടെയാണെങ്കിലും അത്രേ ആവശ്യമുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിധേയത്വത്തിന്റെ ഒരാവശ്യമില്ല.
അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഞാൻ കൃത്യമായി വേറെ കാര്യങ്ങൾ അതേപോലെ കമ്മിറ്റഡും അതേപോലെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്പേസിൽ അഡ്രസ്സ് ചെയ്യേണ്ടത് ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ സാമൂഹ്യ പ്രശ്നങ്ങളെ അല്ലെ അവിടുത്തെ ഡേ ടു ഡേ ലൈഫിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഇതേ ഗ്രീഷ്മ. അതപ്പോൾ എനിക്ക് പബ്ലിസിറ്റി വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ചെയ്തത്. അങ്ങനെ പബ്ലിസിറ്റി കാണുന്ന ആൾക്കാർ ഓരോ പർട്ടിക്കുലർ കേസിൽ മാത്രം വന്ന് സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് പറയാം അങ്ങനെയാണ്. ഒരു പർട്ടിക്കുലർ കേസ് എന്ന് പറയുന്നത് ഈ കേസിൽ എല്ലാവരും എതിരാണ്. എനിക്ക് പൊങ്കാല ഇടുക, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നാട്ടുകാർ എന്നെ ചോദ്യം ചെയ്യുന്നു. അതെ, എല്ലാവർക്കും എതിരായിട്ട് നിന്ന് ഒന്നും കൂടി ഒന്ന് ഹുക്ക് ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഇങ്ങനെ ഞാൻ ക്ലിക്ക് ആയതുകൊണ്ട് എന്റെ ഫേസ് ക്ലിക്ക് ആയതുകൊണ്ട് കേരളത്തിലെ ജനതയിലെ വ്ളോഗേഴ്സിന്റെ ഇടയിൽ പൈസ ഉണ്ടാക്കാത്ത ആരുണ്ടെന്ന് ഞാൻ പറയും. I'm very happy about it and I'm very useful for those people. എൻ്റെ ഫേസിന് അങ്ങനെ ഒരു വാല്യൂ കിട്ടിയതും മനുഷ്യന്മാർ അതിനെ മാർക്കറ്റ് ചെയ്ത് നെഗറ്റീവായാലും പോസിറ്റീവായിട്ടുള്ള അവരവരുടെ കാര്യം ചെയ്യും. അല്ലാതെ എനിക്കതിനകത്ത് ഒന്നുമില്ല. ഞാൻ എൻ്റെ നാട്ടിൽ രാവിലെ കടയിൽ ഇറങ്ങിപ്പോയി സാധനം വാങ്ങിച്ച് വീട്ടിലുണ്ടാക്കി കഴിച്ച് വീടും ക്ലീൻ ചെയ്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് ഒരു പരിപാടിക്ക്. സോ ഐ എം എ വെരി നോർമൽ എ കോമൺ പേഴ്സൺ. ഡെയിലി ആഹാരം കഴിക്കണമെങ്കിൽ എൻ്റെ കാര്യങ്ങൾ സെറ്റ് ആവണമെങ്കിൽ ആൻഡ് അമ്മൂസ് ബയോളജിക്കൽ ഫാദർ ഈസ് നോട്ട് കേപ്പബിൾ ടു സപ്പോർട്ട് മീ ഫിനാൻഷ്യലി എന്ന് എനിക്ക് തോന്നിയിട്ട്. അയാൾ ഒരു ആർട്ടിസ്റ്റാണ്, പുള്ളിയുടെ ഒരു രീതിയുണ്ട്, അതിനപ്പുറത്തേക്ക് പുള്ളിക്ക് എനിക്ക് തോന്നുന്നില്ല. And I don't demand it also. It is not the right way. അത് അയാളുടെ റെസ്പോൺസിബിലിറ്റി അയക്ക് ചെയ്യണോ വേണ്ടി എന്നുള്ളത് എൻ്റെ അല്ല. അയാൾക്ക് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അയക്ക് വെറുതെ ഇരിക്കാൻ പറ്റും, അയക്ക് വേണമെങ്കിൽ വേണ്ടത് ചെയ്യാൻ പറ്റും. അതിന് പോലും അടി ഉണ്ടാക്കും. പണിയെടുക്കണ്ടേ? ഏത് ഞാൻ പണിയെടുത്താ ജീവിക്കുന്നത്, പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റും. അല്ല, മുമ്പ് പറഞ്ഞു ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കാത്തത് എനിക്ക് ഫുഡ് കഴിക്കണം, എനിക്ക് ഫുഡ് കഴിക്കാൻ പൈസ ഉണ്ടാക്കണം, എനിക്ക് പണിയെടുക്കണം, എന്റെ കുട്ടീനെ നോക്കണം എന്ന് പറഞ്ഞ ആള് ആ സമയത്ത് സംസാരിക്കാൻ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ നിർബന്ധിതമായും ജോലിക്ക് പോകേണ്ടി വന്നെന്നും ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്ത് ഒരു 5 രൂപ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ട് ഒരു 5000 രൂപ സേവ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നതെങ്കിൽ അതിൽ നിന്നാണ് ഞാൻ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് മൊത്തം. അപ്പൊ ഞാനത് സ്പെൻഡ് ചെയ്ത് ഈ ഒരു കാര്യത്തെ അഡ്രസ് ചെയ്യാൻ വരുന്നത് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അല്ല അപ്പൊ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ കയറി ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാ. എന്നാ പിന്നെ മുഖ്യമന്ത്രിയോടും പറയണം, നമ്മൾ ഈ പറയുന്ന ഉള്ള പൊളിറ്റീഷ്യൻസ് ബെനിഫിറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ? അത് എന്താണ് ബെനിഫിറ്റ് പുള്ളിയുടെ? അവർക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് വരുന്നതാ ആണല്ലേ? എനിക്ക് ഫണ്ടിന്റെ കാര്യമില്ല. ആ ഫണ്ടിന്റെ പേരിലല്ല മുഖ്യമന്ത്രി ഇത് ചെയ്യുന്നത്. അതൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഫണ്ട് വരുന്നുണ്ട്. സോ യു തിങ്ക് ദാറ്റ് ഫണ്ട് ഇസ് ദ ഇമ്പോർട്ടന്റ് തിങ്. ഫണ്ട് അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാര്യം ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട്. അവർ എത്ര കറപ്റ്റഡ് ആയിട്ട് ചെയ്യുന്നു, എത്ര നന്നായിട്ട് ചെയ്യുന്നു അപ്പുറത്തേക്ക് അയാൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. ആ ഉത്തരവാദിത്വം എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഈ വ്യക്തി ഞാൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു ബേസിക് ഈ ബേസിക് പബ്ലിക് എന്നുള്ള നിലയിൽ ഒരു ഉത്തരവാദിത്വം പരസ്പര സമ്മതത്തോടെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഒരു സമയത്ത് അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പല സ്ത്രീകളും പരാതി കൊടുക്കുന്നുണ്ട്. അതിന്റെ റിയാലിറ്റിയിലും പല സ്ത്രീകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പല സ്ത്രീകൾ ഇങ്ങനെയും കൊടുത്തു, പല സ്ത്രീകൾ അങ്ങനെ അല്ല പുരുഷന്മാർ അങ്ങനെയും ചെയ്തു എന്ന് പറയണം. അല്ലാതെ നമ്മൾ ഇത് ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ഇരട്ടി ഇഷ്യൂ ജെന്യൂൻ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ മൈനോറിറ്റിയുടെ കൂടെ നമുക്ക് അപ്പം നിൽക്കാം, അല്ലെങ്കിൽ മെജോറിറ്റിയുടെ കൂടെ നിൽക്കും. ഈ ബയസ് ആണ് മനുഷ്യൻ ഈ കാണിക്കുന്നത്. മനസ്സിലായോ? അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് അവനവൻ ചൂസ് ചെയ്ത് സംസാരിക്കും, അവനവൻ കോട്ട് ചെയ്ത് സംസാരിക്കും. സ്ത്രീകൾ തെറ്റുകാരല്ലാന്നാണോ പറയുന്നത്? സ്ത്രീകൾ തെറ്റുകാരല്ലാന്ന് ഞാൻ ഇതുവരെ എന്തെങ്കിലും സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾ പുരുഷന്മാരെ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്യുന്ന സ്ത്രീകൾ ട്രെയിനിലുണ്ട്. ആ സ്പേസുകളെ ഒരു പുരുഷനോ അയ്യോ അവൾ എന്നെ പിടിച്ചു എന്ന് പറഞ്ഞ് പോകാതെ അവിടെ നിന്ന് സുഖമായി അത് അനുഭവിച്ച് ഇറങ്ങി പോകുന്ന പുരുഷന്മാരല്ല. അത് റിയാക്ട് ചെയ്ത് സ്ത്രീയെ തല്ലിയ പുരുഷനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എങ്ങനായാലും അവള് നിന്നാലും ശരി അവൻ വന്നാലും ശരി അവനാണ് സുഖം. ഇതാണ് സംഭവം. ഇതിനപ്പുറത്തേക്ക് ഇത് ചർച്ചയ്ക്കിടയിലൊക്കെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവള് സുഖിച്ചു. എന്ത് സുഖമാണ്? സ്വന്തം ഭാര്യയും മക്കളും ഭർത്താവും മക്കളും കുടുംബം എല്ലാവരും എടോ അതാണ് അവരെയാണ് നമ്മൾ പറയുന്നത്. നാളെ എന്നാ റേപ്പ് ചെയ്ത് കൊന്ന എത്ര ആൾക്കാരെ നമ്മളിപ്പോ പറയണം. എന്നാ ദീപക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദീപകിനെ കൂട്ടി ചെയ്ത ബാക്കി എല്ലാ ആൾക്കാരുടെ പേരും നമ്മൾ പറയേണ്ടി വരും. അത്രയ്ക്ക് വിഷമമാണെങ്കിൽ ഷിംജിയുടെ വീട്ടിൽ പോയിട്ട് മക്കളെയും കണ്ട് കുറച്ച് ഫുഡും കൊടുക്കാറുണ്ടല്ലോ. എനിക്കാണോ? പിന്നെ എന്താണ്, തീർച്ചയായിട്ടും കൊടുക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. അതിനത്ര വൃത്തിയായിട്ട കാര്യമാണ്. നേരെ തിരിച്ച് ഷിംജിയുടെ വീട്ടിൽ പോയി കൊച്ചുങ്ങൾക്ക് കൊടുക്കാം, അച്ഛനെ അമ്മയെ നോക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. അവർക്കാണ് ആരും ഇല്ലാത്ത. ഷിംജിയുടെ വീട്ടിൽ ആഹാരം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ട്? അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, അവരുടെ ഭർത്താവും ഉണ്ട്, അവരുടെ അനിയനും ഉണ്ട്. പക്ഷെ അപ്പത്തെ വീട്ടിൽ പോകാൻ ആരുമില്ല. അവർക്കല്ലേ അനാഥൻ ഇല്ലാതായി പോയി. അവിടെ എല്ലാം എന്നോട് പോകാൻ പറയട്ടെ. നിങ്ങൾ എന്തിനാണ് എന്നോട് ഷിംജിതയുടെ വീട്ടിൽ പോകാൻ പറയുന്നത്? ഓൾറെഡി രാഹുൽ ഈശ്വർ പോയി പൈസ കൊടുത്തു. പൈസ കൊടുത്തിട്ട് അവിടെ നിന്നില്ലല്ലോ നോക്കാൻ വേണ്ടിട്ട്. 3 ലക്ഷം അല്ല, നിങ്ങളാണ് നേരത്തെ പറഞ്ഞത് അവർക്ക് ജീവിതം ഇല്ലാണ്ടാക്കി, അവരുടെ വരുമാനം ഇല്ലാണ്ടാക്കി. വരുമാനം ഇല്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സഹായിക്കാൻ ആൾക്കാരുണ്ട്, ഉണ്ട്. ആ സ്പേസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്ഥലത്ത് ആരും സഹായിക്കുന്നില്ല. ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ. എനിക്ക് ഇത്രയും സഹായിക്കാൻ പറ്റും. എനിക്ക് എന്റേതായ ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് എന്റെ കുഞ്ഞിന് ഒരു നേരം ആഹാരം കൊടുക്കണം. അല്ലാതെ ഷിംജിതയുടെ കുട്ടികൾക്ക് ഒരു കുടുംബം മൊത്തവും നാട് മുഴുവനും അവരെ ഐസൊലേറ്റ് ചെയ്താലും നാട്ടുകാർ സപ്പോർട്ട് ചെയ്യാനുണ്ട്.
അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതിപ്പോ നിങ്ങൾ ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അറിയാം. കിട്ടുക എന്നുള്ളത് ബെനിഫിഷ്യൽ ആയി ചിന്തിച്ചിട്ട് അല്ലെ കിട്ടുന്നത് മാത്രം ആലോചിച്ചിരിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരാളായിട്ട് എന്നെ കരുതുകയും വേണ്ട. കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്ത് കിട്ടാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ എനിക്കറിയാവുന്നതാണ് പറയുന്നത്, അല്ലാതെ ഞാൻ പോയിരുന്നു പഠിച്ചിട്ട് വരുന്നതല്ല. നിങ്ങളോട് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ സ്പോണ്ടേനിയസ്ലി റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കൺഫ്യൂഷൻസോ എനിക്ക് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് നല്ല ക്ലാരിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ക്ലാരിറ്റി, അല്ലാതെ ഷിംജിത ചെയ്തതിലോ അല്ലെ ദീപക് ചെയ്തതിനപ്പുറത്തേക്ക് എനിക്ക് ഞാൻ കാണുന്നതിലും ഞാൻ ചെയ്യുന്നതിലും ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. ഇപ്പൊ ദീപക് മരിച്ചോണ്ട് ദീപകിന്റെ സ്പേസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. എന്താണത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ദീപക് ചെയ്തിട്ടില്ലെന്ന് ഇത്ര ഉറപ്പിച്ച ആൾക്കാർക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? അത് പറയുന്നതിൽ പകുതി ശതമാനം ആൾക്കാർ ഇതേ ഞരമ്പന്മാരാന്ന് ഞാൻ പറയും. ബാക്കി പകുതി സാധാരണ ഇന്നസെന്റ് ജനങ്ങളായിരിക്കും. ഈ പകുതി ആൾക്കാർ ഇത്രയും മറ്റേ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മറ്റേ കട്ടന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ ചില ഞാൻ നോക്കാറില്ല. ചിലർ നല്ല എനിക്ക് ബ്യൂട്ടിഫുൾ മെസ്സേജ് അയക്കുന്ന ആൺകുട്ടികൾ തന്നെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസകരമായിട്ട് ഇതിനെ റെസ്പോണ്ട് ചെയ്തു. ഓരോ വാക്കുകളും പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നന്നായി, ദിസ് വാസ് നീഡഡ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത്, അല്ല ഞാൻ തന്നെ എടുത്തിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഈ സമൂഹത്തിൽ നിന്ന്. അത് തെറ്റിദ്ധാരണയും അത് റോങ് ഫീഡിങ്ങും ആണ്. അതല്ല, ഒരുപാട് പേര് ഇതിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ ഒരു പുരുഷ കമ്മീഷനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അത് നാട്ടിലുള്ള കൊച്ചു പിള്ളേർ വരെ, നമ്മുടെ നാട്ടിൽ വരെയുള്ള കൊച്ചു പിള്ളേർ പറയുന്ന കാര്യമാണ്. അവരൊക്കെ മറ്റേ വേറൊരു പാർട്ടിയിലൊക്കെ നിൽക്കുന്നതാണ്, രാഹുലിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സ്പേസിൽ അവർ വരെ പറയുന്നൊരു കാര്യമുണ്ട്. പുരുഷ കമ്മീഷൻ ഉണ്ടാക്കണം, രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആയിട്ട് ഇരിക്കണം. ഇതിനപ്പുറത്തേക്ക് പുള്ളിക്ക് ജീവിതത്തിൽ ലക്ഷ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത്ര കാലമായിട്ട് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്കെന്ത് തോന്നുന്നു? പുരുഷ കമ്മീഷൻ പുള്ളി ഉണ്ടാക്കുന്നത് പുള്ളിയുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ എല്ലാത്തരമുള്ള ആൾക്കാരെ, എല്ലാ പുരുഷന്മാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ബസ്സുകളിലൊക്കെ ചെയ്യാത്തവരെ രക്ഷിക്കാലോ. എന്ത് തെറ്റ് ചെയ്യാത്തവരെ അതിനുള്ള എനിക്കറിയത്തില്ല അതാണ് അയാളുടെ ഉദ്ദേശം. എനിക്ക് ആ ഉദ്ദേശശുദ്ധിയിൽ ഒരു തരം വിശ്വാസം. സ്ത്രീകൾക്ക് ഒരു കമ്മീഷൻ ഉണ്ടല്ലോ. സ്ത്രീകൾക്കൊരു കമ്മീഷൻ ഉണ്ട്. തനിക്ക് എന്തായിരുന്നു വേണ്ടത്? പണ്ടത്തെ പോലെ മറ്റേ ആളുകൾ വന്നിട്ട് മറ്റേ താൻ തുണിയിടണമെങ്കിൽ ആൾക്കാരുടെ പെർമിഷൻ വേണ്ട, മുതലാളിമാരുടെ പെർമിഷൻ വേണ്ട, പുരുഷന്മാരുടെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ താൻ അങ്ങനെ നടക്കണമെങ്കിൽ ഇറങ്ങണമെങ്കിൽ തനിക്ക് പെർമിഷൻ വേണം. തനിക്ക് ഒരു തരം ഇതും ഇല്ലാത്തൊരു അങ്ങനെ. പിന്നെ അതിനെ കമ്മീഷനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്നോടല്ല, കമ്മീഷനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഗവൺമെന്റിനോടൊന്നാ ചെയ്യും. ഞങ്ങൾക്ക് കമ്മീഷൻ വേണ്ടെന്ന് സ്ത്രീകളെല്ലാം കൂടെ പറഞ്ഞു. ദീപകിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾ പറയാം ഞങ്ങൾക്ക് കമ്മീഷൻ വേണം, ഞങ്ങൾക്ക് പുരുഷ കമ്മീഷൻ മതി എന്ന് പറഞ്ഞ ഇറങ്ങും. അതെന്താ ചെയ്യാത്ത? അല്ല, സ്ത്രീകൾക്ക് എന്തെങ്കിലും പുരുഷന്മാർക്ക് അതുകൊണ്ട് ചെയ്യാത്ത എന്നാ പറ. ഞങ്ങൾക്ക് തുല്യ അവകാശം ഉണ്ടല്ലോ. മനുഷ്യാവകാശ കമ്മീഷൻ മതി, രണ്ടും ഡിസോൾവ് ചെയ്തേക്ക്. പുരുഷനും വേണ്ട, സ്ത്രീക്കും വേണ്ട, അങ്ങനെ ഇറങ്ങും. നാളെ മുതൽ എനിക്ക് വേണ്ട. അത് പറ. നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്, നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ അഡ്രസ് ചെയ്തതിനെ, അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. കമ്മീഷൻ ഉണ്ടാവണമെങ്കിൽ എത്ര കണ്ട് കാര്യങ്ങളിലൂടെ എത്ര കണ്ട് ടോർച്ചറുകളിലൂടെയും കടന്നു പോയിട്ടായിരിക്കും ആ ഒരു സ്പേസിലേക്ക് അത് എത്തിയെന്ന് ആണ്. അല്ലാതെ ഉണ്ടാവട്ടെ, അപ്പൊ അഡ്രസ് ചെയ്യട്ടെ, അതിന്റെ റിലവൻസ് മനസ്സിലാക്കി ഗവൺമെന്റ് തീരുമാനമായിരിക്കില്ല അവരങ്ങനെ ഒരു പുരുഷ കമ്മീഷൻ ഉണ്ടാക്കി വെച്ചാൽ ഒരാളോ ഇപ്പൊ നിങ്ങളിപ്പം ഞാൻ ഒറ്റ ആളാണ്, ഞാൻ ഇൻഡിവിജ്വൽ ആണ്, ഞാൻ എനിക്ക് തോന്നിയത് പറയും, അതുപോലെ ആൾക്ക് തോന്നുന്ന ആള് ചെയ്യട്ടെ. എന്നാ പിന്നെ ഗവൺമെന്റ് അംഗീകരിച്ചാൽ നടക്കട്ടെ ഞാൻ പറഞ്ഞു. ഞാൻ അയക്കെതിരെയല്ല, പക്ഷെ ഇത് മണ്ടത്തരാന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ പറയുന്നതൊക്കെ മണ്ടത്തരാണെന്ന് ഓപ്പോസിറ്റ് അയാൾ പറഞ്ഞാലോ? എല്ലാരും പറയുന്നുണ്ടല്ലോ. ഞാൻ അതിനെ എതിർക്കുന്നുണ്ടോ? ഞാൻ എതിർത്ത് വായടിക്കാനൊന്നും ആളല്ല. എനിക്ക് പറയാനുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വിശദീകരണത്തിന് വേണ്ടി വേറൊരു സ്പേസ് എടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു രീതിയിൽ. വിശദീകരണത്തിന് വേണ്ടി വേറൊരു സ്പേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന് അങ്ങനെ പുരുഷ കമ്മീഷൻ ഉണ്ടാവും എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹിസ് ലൈക്ക് ലോജിക് ആൻഡ് ഹിസ് ആർഗ്യുമെന്റ്. എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്ന ഒരു സമയത്ത് ഞാൻ രാഹുൽ ഈശ്വറിനോട് അങ്ങനെ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് പുള്ളിയുടെ ഒരു തീരുമാനത്തെക്കുറിച്ചും ഒരു തരം മാർക്കറ്റിങ്ങിനെ കുറിച്ചും എനിക്കൊരു അഭിപ്രായമില്ല. എനിക്ക് അഭിപ്രായമില്ല. ഞാൻ സ്ഥിരമായി ചർച്ചകളിൽ പോയിരുന്ന് കണക്കണന്ന് പറഞ്ഞ് ആൾക്കാരെ പറയിപ്പിക്കുക. അത് 5 മിനിറ്റ് എന്ന് ചോദിച്ചിട്ട് 50 മിനിറ്റ് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ, അങ്ങനത്തെ ഒരു ചർച്ചാ തൊഴിലാളിയുമല്ല. അപ്പൊ പിന്നെ രാഹുൽ ഈശ്വറിനെ എന്നെ കൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക, രാഹുൽ ഈശ്വറിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അയാൾക്ക് വേറെ അജണ്ട ഉണ്ടായിരിക്കും. ആ അജണ്ട കാണാനും പറ്റും, വളരെ ക്ലിയർ ആണ്, കാലങ്ങളായിട്ട് ക്ലിയർ ആണ്. വൈ ഷുഡ് ഐ ടേക്ക് ഇറ്റ്? വൈ ഷുഡ് ഐ അഡ്രസ് ഇറ്റ് ഇൻ എനി വേസ്? എന്റെ ഇഷ്യൂ വേറെയാണ്, ഞാൻ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ വേറെയാണ്. രാഹുൽ ഈശ്വർ എന്നെ സംബന്ധിച്ചിട്ടുള്ള ഐ ഡോണ്ട് വോണ്ട് ടു ഡിസ്കസ് അബൌട്ട് ഇറ്റ്. എനിക്ക് വയ്യ അയാളെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം ഒന്നും ഇല്ല എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അതർ ദാൻ ദാറ്റ് വാട്ട് ഹി ഈസ് സേയിങ് ആൻഡ് ഹി ഈസ് ക്രൈയിങ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഇമോഷനെ വൊമിറ്റ് ചെയ്യുക ക്യാമറയിലേക്ക്. അത് ജനത്തിന് എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഞാൻ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല വേണ്ടത്, അതേ അല്ല വേണ്ടത്. എൻ്റെ ഇമോഷൻ വൊമിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആൾക്കാരുടെ പ്രീതി അല്ലെ ആൾക്കാരെ ഒരു ഗ്രൂപ്പ് ഓഫ് സാധാരണ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാധാരണക്കാരായ മനുഷ്യർ എന്ന് പറയുന്ന ആളുകളുടെ ഇമോഷനും അറ്റൻഷനും ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നല്ല പെർഫോമൻസ് ആണ്. പക്ഷെ ഐ ഡോണ്ട് ടേക്ക് ദാറ്റ് മുതലക്കണ്ണീർ.
സത്യസന്ധമായിട്ട് എനിക്ക് തോന്നില്ല. അയാൾക്ക് മകനുണ്ട്, എല്ലാവർക്കും മകനുണ്ട്, എനിക്കൊരു അനിയനുണ്ട്, നാളെ ഉണ്ടായ അവനും പ്രശ്നമുണ്ട്. അവനൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കും അപ്പത്തെ സൈഡിൽ എന്താണ് സീൻ, പെൺകുട്ടി ഓക്കെയാണ്, എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാകും, പോയി സോറി പറ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിന്ന് പറഞ്ഞില്ല, പക്ഷെ പെൺകുട്ടിയുടെ സ്ഥാനത്താണ് ശരിയെങ്കിൽ അത് ഞാൻ അങ്ങനെ തന്നെ നിന്നിട്ടുള്ളതെന്നാ പറഞ്ഞേ. അങ്ങനെ ചെയ്യുമോ ചോദിച്ചത്? അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അനിയൻ ജീവിച്ചിരിപ്പുണ്ട്, ആ പെൺകുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും, അവന്റെ 1-2 റിലേഷൻ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതിലൊരു റിലേഷൻഷിൽ അവന്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക്, അവന്റെ പോലും മിസ്റ്റേക്ക് ആണെന്ന് നിർബന്ധമില്ല, പക്ഷെ അത് ഉണ്ടായപ്പോഴും ഞാൻ പറഞ്ഞു ഷീ ഈസ് ഇമോഷണലി ഹേർട്ട് ആൻഡ് യു ഡിഡ് എ റോങ് തിങ് ദർ. ഒരു മൂവ് നിന്റെ തെറ്റായിരുന്നു, ആ മൂവിന് നീ അഡ്രസ് ചെയ്ത് കൃത്യമായി സോറി പറയുക. ഞാൻ അപ്പത്തുണ്ടായിരുന്ന എല്ലാ ആൾക്കാരോടും സോറി പറയിപ്പിച്ചു കൃത്യമായിട്ട്. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പോ പുരുഷന്മാരെ മുഴുവൻ എന്തോ എനിക്ക് സംസാരിക്കുന്നത് കേട്ടിട്ട് പുരുഷന്മാരാണ് മുഴുവൻ തെറ്റ് ചെയ്യുന്നത്, സ്ത്രീകൾ നല്ല ആൾക്കാര്, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് പറയല്ല, തെറ്റ് ചെയ്യുന്നവരുണ്ട്, തെറ്റ് ചെയ്യാത്തവരുണ്ട്, നല്ലവരുണ്ട്, ചീത്തവരുണ്ട്, രണ്ട് ഭാഗത്ത്. അപ്പൊ രണ്ട് ഭാഗത്ത് നിന്ന് നോക്കണം. അപ്പം നിങ്ങൾ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു എന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരു കാര്യം പറഞ്ഞു, ഒരാളുമായിട്ട് റിലേഷൻ ആയിരുന്നു, ഒരു കുട്ടിയുണ്ട്, ആളിപ്പോ ഇല്ല. അപ്പോ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഇത് അവിഹിതമായിരുന്നോ? ഒരു അവിഹിതമായിരുന്നോ? ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിൽ നിങ്ങളെ കൊണ്ടുള്ള ആൾക്കാരുടെ ചിന്തയും ചോദ്യങ്ങളും ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാത്തതിന്റെ മെയിൻ കാരണം. ഇമ്മാതിരത്തെ കോണസ്റ്റ് ചോദ്യം ചോദിച്ചാൽ എന്നെ ഇവിടെ വിളിച്ചെടുത്തിട്ട് ചൊറിയേണ്ട ഒരു കാര്യമില്ല. ഭയങ്കര അലമ്പ് പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ മോറൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, മൊറാലിറ്റിയാണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത്. ഞാനൊരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് പറയുന്ന സമയത്ത് ഇങ്ങനല്ല അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. അല്ല, നിങ്ങൾ എന്നെ മുമ്പ് ഇതിനെ കുറിച്ച് തെറ്റല്ല, നിങ്ങൾ ആരും ചെയ്യാത്ത കാര്യം അല്ല, അങ്ങനെ പറയുന്നില്ല. നിങ്ങളെല്ലാവരും പുണ്യാണ്, ഈ ലോകത്തിൽ ആരും ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരെന്നെ. അവിഹിതം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ, വൃത്തികെട്ട ചിന്താഗതി. ഇതിനൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വേറെ രീതിയിൽ അടിയുണ്ടാകും. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ ഇനി എന്തായാലും താല്പര്യമില്ല. ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ ഇതിന് മറുപടി കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എനിക്ക് ഇനി ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല, സംസാരിക്കാനും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, ഇതിനാണ് നിങ്ങൾ എന്നെ വിളിച്ചെങ്കിൽ ഞാൻ ഇവിടുന്ന് വോക്കൗട്ട് ചെയ്യുന്നു. എനിക്ക് ഒരു ദേഷ്യമല്ല, എനിക്ക് താല്പര്യമില്ല, എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസും ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് മതി. എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പോർട്രേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സാധനം ഇത് മതി. ഇതിനപ്പുറത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ മണ്ടിയാവും. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.